കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിമഹത്തമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടട്ടെ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഹെബ്രോൻ ഏഴംകുളം സഭയും വി ആർ ഇൻ വൺ ജീസസ് ക്രൈസ്റ്റ് മിനിസ്ട്രിയും ചേർന്ന് നടത്തപ്പെടുന്ന ഈ മുറ്റത്ത് കൺവെൻഷൻ്റെ പ്രാരംഭ ദിവസം കർത്താവിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ സ്വർഗത്തിലെ കർത്താവ് എനിക്ക് തന്ന അവസരം ഞാനൊരു ഭാഗ്യ പദവിയായി കരുതി സർവശക്തനായ കർത്താവിന് എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാത്രിയിൽ യോഗം പ്രിസൈഡ് ചെയ്യുന്ന ഇവിടെയുള്ള ആത്മീക ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയ കർത്തുദാസൻ, പ്രിയ വിൽസനെറ്റി പാസ്റ്റർ, ദീർഘകാലമായിട്ടുള്ള ആത്മീക ബന്ധം പ്രിയ കർത്തുദാസനുമായിട്ടുണ്ട്. അതുപോലെ വി ആർ ഇൻ വൺ ജീസസ് ക്രൈസ്റ്റ് എന്ന മിനിസ്ട്രിക്ക് നേതൃത്വം നൽകുന്ന ഞാൻ വളരെ സ്നേഹിക്കുന്ന പ്രിയ കർത്തുദാസൻ സൈമൺ മാത്യു അവറുകൾ, അതുപോലെ ഞാൻ വളരെ സ്നേഹിക്കുന്ന അനേക കർത്തുദാസന്മാരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അവരെ എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് വളരെ കാലമായിട്ട് ഒരു പിതാവിനെ പോലെ സ്നേഹിക്കുകയും വേണ്ടുന്ന ആത്മീയ കൈത്താങ്ങലുകൾ, പ്രാർത്ഥനകൾ ഒക്കെ ഏറെ നൽകിയിട്ടുള്ള പ്രിയ കർത്തുദാസൻ, പ്രിയ ബെന്നി പാസ്റ്റർ ഇവിടെയുണ്ട്. എൻ്റെ ആത്മാർത്ഥ സ്നേഹിതൻ. ഒരുമിച്ച് അനേക ഇടങ്ങളിൽ ഞങ്ങൾക്ക് കർത്താവിനെ ഉയർത്തുവാൻ ദൈവം അവസരം തന്നിട്ടുള്ള ഈ കാലങ്ങളിൽ കർത്താവ് അതിശക്തമായി ഉപയോഗിക്കുന്ന അനുഗ്രഹീത പ്രഭാഷകൻ പാസ്റ്റർ ജസ്റ്റിൻ ജോർജ് കായംകുളം അവറുകൾ, അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘം, ഇവിടെയായിരിക്കുന്ന മറ്റ് അനുഗ്രഹീതരായിരിക്കുന്ന കർത്തുദാസന്മാർ, പ്രത്യേകിച്ച് ഈ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്ന എൻ്റെ പ്രിയ സഹോദരൻ ജിജോ, അതുപോലെ മറ്റ് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തു നിന്ന് കർത്താവിൻ്റെ വചനം ശ്രവിക്കേണ്ടതിന് ഇവിടെ കൂടി വന്നിരിക്കുകയും ഈ ശബ്ദവാഹിനിയുടെ ശ്രവണസീമയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവർക്കും വേഗത്തിൽ വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹാഭിവാദനങ്ങൾ ഇന്ന് രാത്രിയിൽ അർപ്പിച്ചുകൊണ്ട് കർത്താവിനെ ഏൽപ്പിച്ച ദൈവിക വചസ്സുകളുടെ മുമ്പിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ ദിവസങ്ങളിൽ ഇന്ന് ആരംഭിക്കുന്ന ഈ സുവിശേഷ സദസ്സ് ഈ ദേശത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കാൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിക്കാൻ താല്പര്യപ്പെടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. നമുക്കേറെ സുപരിചിതമായ ഒരു വേദഭാഗത്തേക്കാണ് ഇന്ന് രാത്രി എൻ്റെ ചിന്ത ഞാൻ തിരിക്കുന്നത്. എൻ്റെ ശ്രോതാക്കളെ അതിലേക്ക് കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. യോഹന്നാൻ്റെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ വ്യത്യസ്തതയുടെ ഒരു ആരംഭം കുറിച്ചുകൊണ്ടാണ്. ബാക്കിയുള്ള 3 സുവിശേഷ പുസ്തകങ്ങളിലേക്ക് നമ്മൾ വരുമ്പം മത്തായിയും മർക്കോസും ലൂക്കോസും തുടങ്ങുന്നത് യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലുള്ള സംഭവത്തോടുള്ള ബന്ധത്തിൽ ആദിയായ സംഭവങ്ങൾ പറഞ്ഞാരംഭിക്കുമ്പം യോഹന്നാൻ തുടങ്ങുന്നത് വളരെ വ്യത്യസ്തതയോടെയാണ്. മത്തായിലേക്ക് വരുമ്പം പഴയ നിയമവുമായി ഒരു എക്സാക്ട് കണക്ഷൻ നമുക്ക് മത്തായിൽ കാണുവാൻ കഴിയുന്നുണ്ട്. വംശാവലികൾ പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. പഴയ നിയമ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട് മർക്കോസ് തൻ്റെ സുവിശേഷത്തിലേക്ക് പ്രവേശിക്കുന്നു. അതുപോലെ യേശുവിൻ്റെ ജനനത്തിന് അല്പം മുൻപ് നടന്ന യോഹന്നാൻ്റെ ജനനം പറഞ്ഞുകൊണ്ട് ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിലേക്ക്, തൻ്റെ സുവിശേഷ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ യോഹന്നാനിലേക്ക് വരുമ്പം അല്പം പുറകിലേക്ക് യോഹന്നാൻ പോവുകയാ. പുറകിൽ പോകുക എന്ന് പറഞ്ഞാൽ ഇതിനും പുറകിലേക്ക് ഇനിയും പോകാൻ കഴിയത്തില്ല. അത്രയ്ക്ക് പുറകിൽ യോഹന്നാൻ സഞ്ചരിക്കുകയാ. അതുകൊണ്ട് പറഞ്ഞു തുടങ്ങുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. കാരണം 1-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടങ്ങൾ വന്നപ്പോൾ ജ്ഞാന മതക്കാരുടെ ആവിർഭാവ കാലഘട്ടമായിരുന്നു. അവർ പലരും പറഞ്ഞു യേശു ദൈവമല്ല, യേശു ചെറിയ ദൈവമാണ്, യേശു സൃഷ്ടിയാണ്, പരിമിതിയുള്ളവനാണ്, ജ്ഞാനമാണ് ആത്യന്തികം, ജ്ഞാനം നേടുന്നതാണ് ഏറ്റവും വലുതെന്നവർ അവകാശവാദം ഉന്നയിച്ചപ്പം യോഹന്നാൻ അതിനെ കൗണ്ടർ ചെയ്തിട്ട് പറഞ്ഞു തുടങ്ങുന്നു, യേശു കേവലം ചെറിയ ദൈവമല്ല, അവിടുന്ന് സകലത്തിൻ്റെയും ആധാര ഘടകമാ, അവിടുന്ന് നിർമ്മിതിയല്ല നിർമ്മിതാവ്, അവിടുന്ന് പരിധിയുള്ളവനല്ല, അവിടുന്ന് അപരിമിതനാ, അവിടുന്ന് താൽക്കാലികതയുള്ളവനല്ല, അവിടുന്ന് നിത്യന, അവിടുന്ന് സൃഷ്ടിയല്ല, അവിടുന്ന് സകലത്തെയും സൃഷ്ടിച്ചവനാ. ഇന്ന് രാത്രി ഞങ്ങൾ ഈ ദേശവുമായി പങ്കുവെക്കുന്ന ഞങ്ങളുടെ ആരാധന പുരുഷനാരെന്ന അഭിമാനത്തോടെ പറയാൻ കഴിയും. കാലത്തിന്റെ നീളകളിൽ ഏതെങ്കിലുമൊക്കെ മനുഷ്യന്റെ മനസ്സിനകത്ത് ഉരുത്തിരിഞ്ഞ ആശയങ്ങളെ കോർത്തിണക്കി വെച്ചിട്ട് അതൊരു മതമാക്കി മാറ്റിയ ഒരു മതപ്പയൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. മറിച്ച് സാക്ഷാൽ സകലത്തിനെയും സൃഷ്ടിതാവായ അത്യുന്നതനായ ദൈവത്തെ, സനാതനനായ സീമാതീതനായ സർവശക്തനായ വീണ്ടെടുപ്പുകാരനായ യേശു കർത്താവിനെ
ഇന്ന് രാത്രി പ്രസംഗിക്കാൻ അഭിമാനമുണ്ടെന്ന് അത് ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്ത ദൈവമക്കൾ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ദേശത്തോട് വിളിച്ചു പറയുന്നു, ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഏക സത്യ ദൈവത്തെയാ. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു തുടങ്ങുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു. യേശുവിന്റെ നിത്യത്വം, യേശുവിന്റെ വ്യക്തിത്വം, യേശുവിന്റെ ദൈവത്വം, 3 കാര്യങ്ങൾ അടിവരയിട്ടുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു തുടങ്ങുന്നത്. ഒത്തിരി വ്യത്യസ്തതകൾ നമുക്ക് ഈ പുസ്തകത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. മറ്റുള്ളവർ എഴുതിയത് പലതും ഈ യോഹന്നാൻ എഴുതിയിട്ടില്ല, മറ്റുള്ളവർ എഴുതാത്തത് പലതും യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 80% കാര്യങ്ങളും ഈ പുസ്തകം യുണീക് കണ്ടന്റ് ആണ്, വളരെ വ്യത്യസ്തതയോടെ നൽകുന്നത്. യേശു എവിടെ ജനിച്ചെന്ന് കാണുന്നില്ല, മാതാപിതാക്കളുടെ പേരുകൾ കാണുന്നില്ല, ശിഷ്യന്മാരുടെ പേരുകൾ കാണുന്നില്ല, ചെയ്ത അത്ഭുതങ്ങളെല്ലാം കാണുന്നില്ല. പക്ഷെ യോഹന്നാൻ ആത്യന്തികമായി വിളിച്ചു പറയുന്നത് 20, 30, 31 കാണുന്നുണ്ട്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അല്ലാതെ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ അതെല്ലാം എഴുതിയിട്ടില്ല. എഴുതിയതൊക്കെ ഒറ്റ ഉദ്ദേശത്തിന് വേണ്ടിയാ, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതിന് മാത്രമേ ഇത് എഴുതിയിരിക്കുന്നത്. ഇത് വായിക്കുന്നവന്റെ ഉള്ളിൽ, ഇത് കേൾക്കുന്നവന്റെ ഉള്ളിൽ, ഇത് അറിയുന്നവന്റെ ഉള്ളിൽ, ഇത് മനസ്സിലാക്കുന്നവന്റെ ഉള്ളിൽ വെറും ഒരു ജീവനല്ല, പരിധിയില്ലാത്ത പരിമിതികളില്ലാത്ത നിത്യ ജീവന്റെ അനുഭവങ്ങൾ പ്രദാനം ചെയ്യപ്പെടേണ്ടതിനാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ദേശത്തിന് ഞങ്ങൾ വിളംബരം ചെയ്യുന്നത്, ഈ ദേശത്തോട് ഞങ്ങൾ പങ്കുവെക്കുന്നത് കേവലം എന്തെങ്കിലും ഭൗതികത തരുന്നൊരു സന്ദേശത്തെയല്ല, മറിച്ച് മനുഷ്യന്റെ യഥാർത്ഥ അവസ്ഥകൾക്കകത്ത് രൂപാന്തരം വരുത്തി അവന് നിത്യജീവൻ തരുന്ന ഒരു സുവിശേഷമാണ് ഇന്ന് രാത്രി ഞങ്ങൾ പങ്കുവെക്കുന്നതെങ്കിൽ അതിന്റെ കാരണഭൂതൻ ഒരു മനുഷ്യനല്ല, അതിന്റെ കാരണഭൂതൻ സകല ചരാചരങ്ങളുടെയും സൃഷ്ടിതാവായ അത്യുന്നതനായ ദൈവമാണ്. ആ ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്ദേശമാണ്. ഈ പുസ്തകത്തിൽ ഏറ്റവും അധികം എന്നെ ഇഷ്ടപ്പെടുത്തിയ ഭാഗം, ഒത്തിരി അത്ഭുതങ്ങളൊന്നുമില്ല, അത്ഭുതങ്ങൾ, മറ്റുള്ള പുസ്തകങ്ങൾ അത്ഭുതം എന്ന പദം പോലും ഉപയോഗിച്ചിട്ടുണ്ട്. യോഹന്നാൻ അങ്ങനെ ഒരു പദം പോലും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ച പദമാണ് അടയാളം. ഇങ്ങനെ യേശു അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാൽ വെച്ച് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അത്ഭുതം എന്ന പദം ഉപയോഗിച്ചിട്ടില്ല, അടയാളം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് യേശു അടയാളം എന്ന പദം അവിടെ അല്ലെങ്കിൽ യോഹന്നാൻ അടയാളം എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു? അതിന്റെ പിൻപിൽ ഒറ്റ കാരണമുണ്ട്. നമുക്ക് ഓരോ യേശുവിന്റെ പ്രവർത്തികളും നോക്കിയാൽ യോഹന്നാൻ അതോടുകൂടി വലിയൊരു പാരഗ്രാഫ് അവിടെ പറയുന്നുണ്ട്. ഓരോ അത്ഭുതങ്ങൾക്കും ശേഷം ഒരു പാരഗ്രാഫ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ യോഹന്നാൻ അവിടെ വെളിപ്പെടുത്തിയ ക്രിസ്തുവിന്റെ വ്യക്തിത്വമുണ്ട്. ഒരു സൈനായിട്ട് അവിടെ വെളിപ്പെടുത്തി. അവൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, വയർ നിറഞ്ഞു, ജനം തൃപ്തരായി. പക്ഷെ യോഹന്നാൻ വെളിപ്പെടുത്തി അതല്ല അത്ഭുതം, മറിച്ച് ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുന്നു. കേവലം ഉദരം നിറയുന്നതല്ല അത്ഭുതം, ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നത് അത്ഭുതം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സുവിശേഷത്തിന്റെ അന്തസത്ത എന്ന് പറഞ്ഞാൽ ഉദരം നിറയ്ക്കുന്നതല്ല, ആ ഉദരം നിറയ്ക്കുന്നതിന്റെ പിൻപിൽ ഒരു കാരണഭൂതനുണ്ട്. സകലത്തിനും പരിവർത്തനം വരുത്താൻ കഴിയുന്ന ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവാണ് സുവിശേഷത്തിന്റെ കാരണഭൂതൻ. അത് കർത്താവായ യേശു ക്രിസ്തുവാ. ജീവന്റെ അപ്പത്തെ വെളിപ്പെടുത്തി, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് വെളിപ്പെടുത്തി. 9-ാം അധ്യായത്തിൽ വരുമ്പം അതുവരെ വെളിച്ചം കാണാത്തൊരു മനുഷ്യൻ, ലോകത്തിന്റെ നവ്യാനുഭവങ്ങൾ ഒന്നും കണ്ടിട്ടില്ല, വെളിച്ചമൊന്നും അറിഞ്ഞിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. അവന് മുമ്പിൽ കർത്താവ് കൊടുത്ത പെർഫെക്റ്റ് ഗിഫ്റ്റ് സൈറ്റാണ്. കാഴ്ച കൊടുത്തു. പക്ഷെ കാഴ്ച കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ഏറ്റവും അവസാന ഭാഗം വരുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്, യേശു അവന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വാസ്തവമായി നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നോ? അവൻ പറഞ്ഞു, അവൻ ആരെന്നറിഞ്ഞ ഞാൻ വിശ്വസിക്കാം, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. ശരിക്കും അവൻ അവിടെ വെളിപ്പെടുത്തി കൊടുത്തിയത്, നിനക്ക് ഞാൻ തന്നതൊരു പെർഫെക്റ്റ് ഗിഫ്റ്റാണ്, നിന്റെ ലൈഫിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഗിഫ്റ്റാ. ഇതിനകത്തൂടെ നീ പലതിനെയും കണ്ടു. അപ്പനെ കണ്ടു, അമ്മയെ കണ്ടു, താരജാലങ്ങളെ കണ്ടു, ആലയത്തെ കണ്ടു, പ്രകൃതികൾ കണ്ടു, അതിന്റെ ഭംഗി കണ്ടു, ഈ ലോകത്തിലുള്ള വർണ്ണാഭമായതൊക്കെ അവൻ കണ്ടു. പക്ഷെ കർത്താവ് പറയുന്നു, അതൊന്നുമല്ല വലുത്, അതൊന്നുമല്ല അത്ഭുതം. നിനക്ക് തന്ന കാഴ്ചയിലൂടെ ജീവന്റെ വെളിച്ചമായ എന്നെ നീ കാണുമ്പോഴാ ഇത് യഥാർത്ഥത്തിൽ ഒരു അത്ഭുതമായി മാറുന്നതെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രാപിച്ച കേവലം ഈ ലോകത്തിലുള്ള എന്തെങ്കിലും അല്ല അത്ഭുതം. അതിനപ്പുറത്ത് സകലത്തിന്റെയും കാരണഭൂതനായവനെ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കപ്പെടുകയും അവനായി സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ള അത്ഭുതം. 11 വരുമ്പം
അവിടെ 4 ദിവസമായി നാറ്റം വെച്ചൊരു മനുഷ്യനെ കർത്താവ് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ആ സംഭവത്തിന് തൊട്ടു പുറകിൽ അന്നത്തെ സമകാലിക ലോകം പറയും, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾ വി ആർ എവർ സീൻ. ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മിറക്കിൾ എന്ന് അവർ പറയുന്ന ഒരു അത്ഭുതമാണ് യേശു ചെയ്യുന്നത്. പക്ഷേ അതിനു മുൻപ് മാർത്തയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കേവലം നീ കാണാൻ പോകുന്നതല്ല ഈ അത്ഭുതം, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞ കേവലം 4 ദിവസമായി നാറ്റം വെച്ച് ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നതല്ല, മറിച്ച് തന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ള ആത്യന്തിക പുനരുത്ഥാനത്തിന്റെ വെളിപ്പാട് അവിടെ പകർന്നു കൊടുക്കുന്നെങ്കിൽ അത് കാണാനാണ് കണ്ണു തുറക്കപ്പെടേണ്ടത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഈ സന്ദേശം വിളിച്ചു പറയുന്നതിന്റെ ആത്യന്തിക ഉദ്ദേശം എന്തെങ്കിലും ഈ ലോകത്തിൽ ലഭിക്കുന്ന ഒന്നിനെ പറ്റിയല്ല, പരിധിയും പരിമിതിയും ഇല്ലാത്ത നിത്യജീവനെ പറ്റിയാ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് തരുവാൻ കഴിയുന്ന ദാതാവ് ക്രിസ്തു മാത്രമാണെന്നുള്ള അസന്നിഗ്ധ പ്രഖ്യാപനമായി ഇന്ന് രാത്രി ഞങ്ങളുടെ സുവിശേഷം. ഈ 17-ാം അധ്യായത്തിലും ഞാൻ ആ ഭാഗം തന്നെയാണ് പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നത്. നമ്മൾ ആ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 3 കാര്യം അവിടെ കാണുന്നു. ഒന്ന്, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. ഇതിനകത്ത് ആദ്യ ഭാഗം ഞാൻ പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നത് ഈ സന്ദേശത്തിന്റെ പ്രത്യേകത എന്താ? ഒന്ന്, ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട് മെസ്സേജ്. എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കി ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഇത് അബ്സല്യൂട്ട് മെസ്സേജ് ആണ്. ഇത് കോംപ്രമൈസ് ഇല്ലാത്ത മെസ്സേജ് ആണ്. ഇത് ഒരു മനുഷ്യനും തത്തുല്യമായി ഒന്ന് ചേർത്ത് വെക്കാൻ കഴിയാത്ത സന്ദേശമാണ്. പകരം പറയാൻ കഴിയാത്ത സന്ദേശമാണ്. മാറ്റു കുറയ്ക്കാൻ കഴിയാത്ത സന്ദേശമാണ്. ഞങ്ങൾ കവലകളിൽ പ്രസംഗിക്കുമ്പോൾ പലരും പ്രസംഗത്തിന് അനന്തരം വന്ന് കൈത്തരാറുണ്ട്. അതിൽ പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, സഹോദര കൊള്ളായിരുന്നു, അവസാനം വരെ കൊള്ളാം, പക്ഷെ അവസാനം വന്നൊരു കാര്യം പറഞ്ഞു പോയി, മറ്റൊരുത്തനിലും രക്ഷയില്ല. അത് പറയണ്ടായിരുന്നു. അത് പറയാതെ എല്ലാം കൂടെ ഒന്ന് റിലേറ്റീവായിട്ട് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ സംഭവം സൂപ്പറായനെ. പക്ഷെ അങ്ങനെ പറയാനായിരുന്നെങ്കിൽ കവലകൾ നിന്നുകൊണ്ട് കൈ ഉയർത്തി ഞങ്ങൾ അല്ലെങ്കിൽ ഇവിടെയുള്ള വിപ്ലവം പ്രസംഗിച്ചേനെ. എന്നാൽ അത് പ്രസംഗിക്കാതെ ഇത് പ്രസംഗിക്കുന്നതിന്റെ പിൻപിലെ കാര്യം, ഇത് റിലേറ്റീവ് മെസ്സേജ് അല്ല, ഇത് അബ്സല്യൂട്ട് മെസ്സേജാ. അതിന്റെ പേരിൽ അടിക്കപ്പെടേണ്ടി വന്നാൽ, അതിന്റെ പേരിൽ തകർക്കപ്പെടേണ്ടി വന്നാൽ, അതിന്റെ പേരിൽ ജീവൻ വെടിയേണ്ടി വന്നാലും ഞങ്ങൾ ധൈര്യത്തോടെ വിളിച്ചു പറയും, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയും നൽകപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ലെന്ന് ഇന്ന് രാത്രി ഞങ്ങൾ അഭിമാനത്തോടെ പറയും. കാരണം ഇത് അസന്നിഗ്ധമായ സന്ദേശമാണ്. അതുകൊണ്ടല്ലേ ആയുധമെടുക്കാതെ ഈ മാർഗത്തിൽ ഇന്നും നിലനിൽപ്പുള്ളത്. ആയുധമെടുക്കാതെ അക്രമം ഇങ്ങോട്ട് നേരിട്ടേയുള്ളൂ. ഇവിടെ കച്ചവടത്തിന്റെ പേരിൽ ബിസിനസ് ഗ്രൂപ്പുകൾ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഇരുണ്ട ചരിത്രം ഇതിന്റെ പുറകിലുണ്ട്. പക്ഷേ യഥാർത്ഥമായി ഈ വചനത്തെ വിശ്വസിക്കുന്ന ഒറ്റ സമൂഹവും ആയുധമെടുത്തിട്ടില്ല. സായുധ വിപ്ലവങ്ങൾ നടത്തിയിട്ടില്ല. കൈക്കരുത്തുകൊണ്ട് വൻകരകളെ പിടിച്ചിട്ടില്ല. രാഷ്ട്രങ്ങളെ വെട്ടിപ്പിടിച്ചിട്ടില്ല. അവരൊക്കെ സഹനവും സാഹോദര്യവും സമഭാവനയും സ്നേഹവും ക്രിസ്തുവിന്റെ മഹത്വവും ഉയർത്തിപ്പിടിച്ച സമൂഹങ്ങളാണ് ഈ വചനത്തെ വിളംബരം ചെയ്തവർ. അങ്ങനെ ഈ നാട്ടിൽ ഈ സന്ദേശം ഉയർത്തി നിൽക്കുന്നത്. ഇത് ഇങ്ങോട്ട് അക്രമങ്ങൾ നേരിട്ടിട്ടേയുള്ളൂ. സാമ്രാജ്യിക ശക്തികൾ, ഇവിടെയുള്ള അധികാര വൃന്ദങ്ങൾ, ഇവിടെയുള്ള ഉന്നതന്മാർ അവർ അക്രമങ്ങൾ അഴിച്ചുവിട്ടു. ഓരോ ഭരണകൂടങ്ങളും ഇതിന് നേരെ നിന്ന് പോരാടി. പക്ഷേ അതിന്റെ നടുവിലും ഇത് ധൈര്യത്തോടെ നിന്ന് വിളിച്ചു പറഞ്ഞു. ധൈര്യത്തോടെ എരിഞ്ഞടങ്ങാൻ മനസ്സില്ലാത്ത, എരിഞ്ഞടങ്ങാൻ മടിയില്ലാത്ത, അതിന് മടുപ്പില്ലാത്ത, യാതൊരു വിധത്തിലുമുള്ള സങ്കോചങ്ങളിലുമില്ലാത്ത ഒരു സമൂഹമാണ് ഈ സന്ദേശം വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ടാ ഇത് ഇന്നും അജയമായി നിൽക്കുന്നത്. അക്രമങ്ങൾ കൊണ്ട് ഒരു കൈയിൽ വിശുദ്ധ ഗ്രന്ഥം എടുത്തിട്ട് ആ മറുകൈയിൽ വാളുമെടുത്തുകൊണ്ട് രാഷ്ട്രങ്ങളെ വെട്ടിപ്പിടിച്ച സായുധ മതങ്ങളുള്ള കാലഘട്ടത്തിനകത്ത് യാതൊരു വിധമായ ആക്രമണ മാർഗങ്ങളും സ്വീകരിക്കാതെ സഹനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും സന്ദേശം വിളിച്ചു പറഞ്ഞ് ലോകത്തിനകത്ത് അജയമായി നിൽക്കുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ ഞങ്ങൾക്കത് വിളംബരം ചെയ്യാൻ അഭിമാനമുണ്ട്. അതിന്റെ പേരാ സുവിശേഷം. അതിന്റെ പേരിൽ ഇന്നും ആക്രമണം ഒഴിഞ്ഞിട്ടില്ല.
അതിന്റെ പേര് ഇന്നും ആക്രമണം ഒഴിഞ്ഞിട്ടില്ല. ഇന്നും പള്ളികൾ ആക്രമിക്കപ്പെടുന്നുണ്ട്, ഇന്നും സുവിശേഷകർ ആക്രമിക്കപ്പെടുന്നുണ്ട്, ഇന്ന് ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ പിൻപിൽ കലാപങ്ങൾ, അതിന്റെ പിൻപിൽ പല കാരണങ്ങളുണ്ട്. പക്ഷേ അതിന്റെ നടുവിലും ഞങ്ങൾക്ക് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, നാളെയും ഇത് ആവർത്തിക്കപ്പെടുമെന്ന് ഞങ്ങൾക്കറിയാം. ഒരുപക്ഷെ സാക്ഷര സമ്പന്നമായ കേരളത്തിലും നാളെ ഈ കുറുപടികളുടെ വിപ്ലവങ്ങളൊക്കെ ഉയർന്നു വരും. പക്ഷേ അതിന്റെ നടുവിലും ഞങ്ങളുടെ സന്ദേശത്തിന് മാറ്റുകുറയത്തില്ല, മാറ്റം വരത്തില്ല. അന്നും ഞങ്ങൾ വിളിച്ചു പറയും. കാരണം ഇത് ഞങ്ങൾക്ക് വെറുമൊരു സന്ദേശമല്ല, ഇത് ഞങ്ങൾക്ക് പരിവർത്തനം വന്ന സന്ദേശമാ, രൂപാന്തരം വരുത്തിയ സന്ദേശമാ. ഇന്ന് ഞങ്ങളാക്കിയത്, ഞങ്ങൾക്ക് അസ്തിത്വം തന്നത്, മാന്യത തന്നത്, നന്മ തന്നത്, സ്വസ്ഥത തന്നത്, സമാധാനം തന്നത് മതമല്ല, രാഷ്ട്രീയമല്ല, നേതൃത്വങ്ങളല്ല, ഉയർത്തിപ്പിടിച്ച കൊടികളല്ല, വിളിച്ച വിപ്ലവ മുദ്രാവാക്യങ്ങളല്ല, അർത്ഥവും മാനവും ഞങ്ങളുടെ ജീവിതത്തിൽ തന്നത് ഈ സുവിശേഷമാ, ഈ യേശുക്രിസ്തുവിന്റെ സന്ദേശമാ. അതുകൊണ്ട് ഞങ്ങൾ അഭിമാനത്തോടെ കണ്ടനാളത്തിൽ ശബ്ദമുള്ള കാലത്തോളം, ഇടനെഞ്ചിൽ സ്പന്ദനമുള്ള കാലത്തോളം ഞങ്ങൾ വിളിച്ചു പറയും, രക്ഷയ്ക്കുള്ള ഏകമാർഗം സുവിശേഷമാ. ജീസസ്. അതുകൊണ്ട് ഈ സന്ദേശം ഉയർത്താൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അബ്സല്യൂട്ടായിട്ട് ഉയർത്തും, അതേത് കാലഘട്ടങ്ങളും ഉയർത്തും. എന്തുകൊണ്ട് ഈ സന്ദേശം അബ്സല്യൂട്ടായി മാറുന്നു? വേഗത്തിൽ പറയാം. ഈ സന്ദേശം അബ്സല്യൂട്ടായി, യേശുവിന്റെ സന്ദേശം വ്യത്യസ്തതയോടെ നിൽക്കുന്ന കാരണം പറയാം. ഒന്നിത് മാനവികതയുടെ സന്ദേശം. ഈ സന്ദേശം മാനവികതയുടെ സന്ദേശമാ. ഇവിടെ എവിടെ നോക്കിയാലും മാനവികത വിളംബരം ചെയ്യുന്നുണ്ട്, മാനവിക സദസ്സുകൾ നടത്തപ്പെടുന്നുണ്ട്. ഈ മാനവിക സദസ്സുകളും മാനവികതയുടെ സന്ദേശവും മാനവികതയെ പറ്റി പുസ്തകങ്ങളും നടത്തപ്പെടുന്നുണ്ട്. എന്താ മാനവികത? മനുഷ്യനെ മനുഷ്യനായി കാണണം, മനുഷ്യത്വത്തിന് വിലയുണ്ട്, അതുപോലെ ഇവിടെ മനുഷ്യാവകാശമുണ്ട്. ഇതൊക്കെയാണ് ഈ ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റിനകത്ത് കിടക്കുന്നത്, മാനവികതയ്ക്കകത്ത് കിടക്കുന്നത്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, എവിടെയാ ഈ മനുഷ്യത്വം ഇന്ന് പൂർണ്ണമായ രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നത്? മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്നുണ്ടോ? ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ മനുഷ്യനെ തമ്മിൽ തിരിക്കുക. ചില ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ എൻ്റെ കുഞ്ഞു പഠിക്കുന്ന സ്കൂളിൽ അവിടെ ഇന്ന് പേരൻസ് മീറ്റിങ്ങിന് ഞാൻ പോയപ്പോൾ അവിടെ അതിൻ്റെ പ്രിൻസിപ്പളായിരിക്കുന്ന ഒരു പിതാവ് താൻ പറഞ്ഞൊരു ഭാഗമുണ്ട്. 6ാം ക്ലാസ്സിൽ ഒരു ടീച്ചർ പഠിപ്പിക്കാൻ ചെന്നു. ടീച്ചറിൻ്റെ പേര് ചോദിച്ചു, ഒരു സ്റ്റുഡൻ്റ് ഒരു പേര് ചോദിച്ചു. പേര് പറഞ്ഞതിനപ്പുറത്തേക്ക് രണ്ടാമത്തെ ചോദ്യം, ആർ യു എ ക്രിസ്ത്യൻ ഓർ എ ഹിന്ദു? ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തിരിച്ച് ചോദിച്ച ചോദ്യമാണ്. പേര് കേട്ടിട്ട് അവന് പിടികിട്ടിയില്ല. തിരിച്ച് ചോദിച്ചമ്മ, ക്രിസ്ത്യനാണോ ഹിന്ദുവാണോ? ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാതെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിത്തിരിക്കുന്ന ലോകമാണ്. അപകടകരമായ പ്രത്യാശാസ്ത്രങ്ങൾ ഇവിടെ വളർന്നു വരുന്നു. എവിടെ മനുഷ്യത്വത്തിന് വിലയുള്ളത്? ഈ കഴിഞ്ഞ ദിവസവും ഇന്നലെ പുളിക്കീടിൽ ഒരു അപ്പനെയും അമ്മയും വെട്ടിക്കൊന്നൊരു ചെറുപ്പക്കാരൻ്റെ വാർത്ത കേട്ടില്ലേ? അതിൻ്റെ തൊട്ടു തലേ ദിവസം ഒരു മാതാവിനെ തെരുവിൽ വെച്ചുകൊണ്ടൊരു ചെറുപ്പക്കാരൻ വെട്ടിക്കൊന്ന വാർത്ത കേട്ടില്ലേ? എവിടെ മനുഷ്യത്വത്തിന് വില? എവിടെയാ മൂല്യത്തിന് വില? പണ്ട് കാലത്ത് പറയുമായിരുന്നു, നെറിവ് പഠിക്കുന്നത് കുടുംബത്തിനകത്തുനിന്ന്. അപ്പനും അമ്മയും ആദ്യം അവരെ നെറിവ് പഠിക്കുന്നത്. എന്നാൽ നെറിവ് പഠിപ്പിച്ച മാതാക്കളെ തന്നെ കൊന്ന് നെറിവുകേട് കാണിക്കുന്ന തലമുറയുടെ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇതിൻ്റെ നടുവിൽ മനുഷ്യത്വം എന്തെന്ന് മനുഷ്യന് ഓതി തന്ന, അത് ലോകത്തിൽ ഇന്നും നോക്കി പഠിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമുണ്ട്, ഒരു സന്ദേശമുണ്ടെങ്കിൽ അതാണ് സുവിശേഷം. ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും കോണിൽ നിന്ന് അഭിപ്രായപ്പെടുന്ന അഭിപ്രായ പ്രകടനങ്ങൾ കേട്ടിതിനെ വിലയിരുത്തരുത്. ഞങ്ങൾ അഭിമാനത്തോടെ ഉയർത്തി പറയുന്ന 66 പുസ്തകങ്ങളുള്ള ഒരു മനോഹര ഗ്രന്ഥമുണ്ട്, വായിച്ചു നോക്കണം. ധാർമ്മികത എന്തെന്ന് വെളിപ്പെടുത്തുന്ന, മനുഷ്യത്വം എന്തെന്ന് വെളിപ്പെടുത്തുന്ന, സാഹോദര്യം എന്തെന്ന് വെളിപ്പെടുത്തുന്ന മനുഷ്യാവകാശങ്ങളുടെ മാഗ്ന കാർട്ട ഏതെന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ പറയാൻ കഴിയും, അതാണ് വിശുദ്ധ വേദപുസ്തകം. ഇവിടെ മനുഷ്യത്വത്തിൻ്റെ കൃത്യമായ കരട് രൂപമുണ്ട്, മനുഷ്യാവകാശത്തിൻ്റെ രൂപമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ മനുഷ്യാവകാശത്തെ, മനുഷ്യന്റെ മൂല്യങ്ങളെ അവന് കൃത്യമായി പകർന്നു നൽകിയ ഒരു പുസ്തകമുണ്ടെങ്കിൽ അതിൻ്റെ പേരാ വിശുദ്ധ വേദപുസ്തകം.
ഈ സന്ദേശമാണ് യഥാർത്ഥ മനുഷ്യന്റെ വില മനസ്സിലാക്കുന്നത്. കേരളത്തിന്റെ ചരിത്രം പറഞ്ഞാൽ ആ ചരിത്രത്തിനകത്തു നിന്ന് എത്രത്തോളം ഈ നാട്ടിൽ മനുഷ്യന് വിലയുണ്ടെന്ന് മനസ്സിലാകും. നായ്ക്കും നരിക്കും നടക്കാൻ കഴിയുന്ന തെരുവുണ്ടായിരുന്നു, മനുഷ്യന് നടക്കാൻ കഴിയത്തില്ല. മൃഗത്തിന്റെ പുറത്തിൽ നുകം വെച്ച് ആ നിലം ഉഴുതുന്നതിന് പകരം മനുഷ്യന്റെ പുറത്ത് അല്ലെങ്കിൽ അവന്റെ പുറത്ത് വെച്ച് ആ നിലം ഉഴുതുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഈ നാട്ടിലുണ്ടായിരുന്നു. ഉപ്പെന്ന ഒരു പദം ചോദിച്ചതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞൊരു കാലം ഈ നാടിനുണ്ടായിരുന്നു. അതുകൊണ്ടും തീർന്നിട്ടില്ല. എല്ലാവർക്കും വിവാഹം ഒരുപോലെ നടത്താൻ കഴിയാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവർണനെന്നും സവർണനെന്നും തമ്മിൽ തിരിച്ചുകൊണ്ട് മനുഷ്യനെ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ തമ്മിൽ തിരിച്ച കാലഘട്ടം. എല്ലാവർക്കും ഒരുപോലെ വിവാഹം നടത്താൻ കഴിയത്തില്ല. നടത്തണമെങ്കിൽ അവിടെയുള്ള ജന്മി അനുവാദം കൊടുക്കണം, ഉന്നത കുലജാതിയൻ അനുവാദം കൊടുക്കണം. ഈ അനുവാദം വാങ്ങിച്ചാലും ആ മനുഷ്യൻ ആദ്യം ഇലയിടണം. ഇലയിട്ടെങ്കിൽ എന്ത് സംഭവിക്കും? കേരള സാഹിത്യ അക്കാദമിയുടെ ഒരു പുസ്തകമുണ്ട്, അതിനകത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഒരിക്കൽ ഒരു കുടുംബത്തിനകത്ത് ഇതുപോലെ ഒരു വിവാഹം വന്നു. ഈ മനുഷ്യർ ഒരു 3-4 പേർ ആദ്യത്തെ പന്തിക്കിരിക്കാൻ വന്നു. അപ്പോഴവർക്ക് തോന്നിയത് ഇങ്ങനെ കഴിച്ചപ്പോരെ ഒന്ന് മിനിങ്ങിട്ട് കഴിക്കണം. അർത്ഥം മനസ്സിലായി കാണും. നന്നായിട്ട് അവർക്കൊന്ന് മിനിങ്ങണം. മിനിങ്ങാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. 3-4 മണിക്കൂർ കടന്നുപോയി. ഇവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു. അവർ ഇലയിട്ട് വിളമ്പി തുടങ്ങി. തിരിച്ചു വന്നപ്പോൾ കണ്ടത് തങ്ങൾക്ക് മുമ്പേ ആൾക്കാർ കഴിച്ചു തുടങ്ങുന്നു. 4 പേർ ചേർന്ന് ആ കുടുംബം തകർത്തെറിഞ്ഞ്, ആ വീട് തകർത്തെറിഞ്ഞ സംഭവം നമ്മൾ വായിച്ചറിവിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഈ നാട് അങ്ങനായിരുന്നു. ഇവിടെ മനുഷ്യത്വത്തിന് ഒരു വിലയുമില്ലായിരുന്നു. പിന്നെ ഈ നാട്ടിന് ഇത്രയും മൂല്യങ്ങൾ തന്നതിന് കടപ്പെട്ടിരിക്കുന്ന ഒരു സുവിശേഷത്തോടാണ്, ഈ സന്ദേശത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒത്തിരി സുവിശേഷകന്മാർ ഈ നാട്ടിൽ വന്നതുകൊണ്ട് ഈ നാട് മാറിയെന്നല്ലാതെ ഇവിടുത്തെ ചരിത്രം കടപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ സന്ദേശമുണ്ടെങ്കിൽ അത് സുവിശേഷമാണ്. ഇവിടെയുള്ള പലരും പറഞ്ഞു ഇവിടുത്തെ സംസ്കൃതികളെ തകർത്തതാണ് സുവിശേഷം, ഇവിടെയുള്ള സംസ്കൃതികളെ മാറ്റിക്കളഞ്ഞു. ഇല്ലെന്ന്, ഇവിടെയുള്ള സംസ്കൃതികളെ മാറ്റിയിട്ടില്ല, ഇവിടെയുള്ള മതങ്ങളെ തകർത്തിട്ടില്ല. എന്തിന്? ഇവിടെയുള്ള മഹാഭാരതം ഉൾപ്പെടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇവിടെ വന്ന മിഷണറിമാരാ. ഇവിടുത്തെ ഒരു സംസ്കാരത്തെയും തകർത്തിട്ടില്ല. പക്ഷെ ഇരുട്ടിനകത്ത് അവർ വെളിച്ചമെന്ന് പറഞ്ഞിട്ടുണ്ട്. അനാചാരങ്ങൾക്കും ദുരാചാരങ്ങൾക്കുമെതിരെ അവർ വില ചൂണ്ടിയിട്ടുണ്ട്. മാനവികത എന്താ, മനുഷ്യത്വം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അഭിമാനത്തോടെ ഞങ്ങൾ ഈ പുസ്തകം എടുത്ത് ഈ നാട്ടിലൂടെ നടക്കുന്നതിൽ ഞങ്ങൾക്ക് ലവലേശം അപമാനമില്ല, അഭിമാനമുണ്ട്. കാരണം ഈ സുവിശേഷത്തിന് ഈ നാട് ഒത്തിരി സുവിശേഷത്തിന് സംഭാവന നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അഭിമാനത്തോടെ ഇതിനെ ഉയർത്തുക. ഇത് മനുഷ്യത്വത്തിന്റെ സന്ദേശമാണ്, മാനവികതയുടെ സന്ദേശമാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല. എനിക്ക് ഏറ്റവും അധികം അഭിമാനം പറയുന്നത് ഇതാണ് ശരിക്കും നവോത്ഥാനത്തിന്റെ സന്ദേശം. ശരിക്കും നവോത്ഥാനത്തിന്റെ സന്ദേശം ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു സന്ദേശം ഉണ്ട്. അത് ഈ വിശുദ്ധ വേദപുസ്തകവും ഈ സുവിശേഷവും പറയുന്നത് യഥാർത്ഥ നവോത്ഥാനം. ഇവിടെ 1-ാം നവോത്ഥാനം നടന്നു. 2-ാം നവോത്ഥാനത്തിന് വേണ്ടി മുറവിളികൾ കൂട്ടുന്നു. സമസ്ത മേഖലയിലും നവോത്ഥാനങ്ങളും നവീകരണങ്ങളും നടക്കണമെന്ന് ഇന്നും അഭിപ്രായങ്ങൾ ഉയരുന്നു. ആ വ്യത്യസ്ത ശാക്തീകരണ സംഘടനകൾ, ശാക്തീകരണ സമൂഹങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട്. പല മാറ്റങ്ങൾ ഈ നാട്ടിൽ വന്നിട്ടുണ്ട്. 1600 കാലഘട്ടത്തിന് ശേഷം മസ്തിഷ്കപരമായി മനുഷ്യന് മാറ്റം വന്നു, ബുദ്ധികൾ വികസിച്ചു, കണ്ടുപിടുത്തങ്ങൾ നടന്നു. ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ, ഒത്തിരി ശാസ്ത്രജ്ഞന്മാർ, ശാസ്ത്ര പുരോഗതികൾ ഇവിടെ സംഭവിച്ചു. അതനന്തരമായിട്ടുണ്ടായ ഒത്തിരി മാറ്റങ്ങളുടെ പരമ്പരയുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ശരി, മനുഷ്യനങ്ങ് ചന്ദ്രനോളം എത്തി, മനുഷ്യനങ്ങ് ബഹിരാകാശത്തോളം എത്തി, മനുഷ്യനങ്ങ് സമുദ്രത്തിന്റെ ആഴത്തോളം എത്തി, അവന്റെ റോഡുകൾ വികസിച്ചു, അവന്റെ വീടുകൾ വികസിച്ചു, ആളോഹരി വരുമാനം വർദ്ധിച്ചു, ഇതിനൊക്കെ മാറ്റം വന്നു എന്നത് പരമയാഥാർത്ഥ്യമാ. പക്ഷേ ആന്തരിക മാറ്റം എവിടെയാ സംഭവിച്ചിട്ടുള്ളത്? എവിടെ ആന്തരിക മാറ്റം നടന്നിട്ടുള്ളത്? എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ ചെയ്ത പ്രവൃത്തികൾ ഇന്നും ആവർത്തിക്കുന്നു. അന്ന് ചെയ്യാത്ത ഹീനവും നികൃഷ്ടവുമായത് ഇന്ന് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെയാ മാറ്റം വന്നിട്ടുള്ളത്? വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം. പിന്നെ എങ്ങനെ 5 വയസ്സുകാരിയെ ഇങ്ങനെ ക്രൂരമായി പിച്ചി ചിന്താൻ ഈ നാട്ടിൽ കാപാലികന്മാർക്ക് കഴിയുന്നു? എവിടെയാ മാറ്റം വന്നിട്ടുള്ളത്? 1849 കോട്ടയത്ത് നടന്ന
ഒരു സംഭവം സാമുവേൽ മീറ്റർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ സംഭവത്തിന്റെ പേര് നരബലി എന്ന. നരബലി നടന്നത് 1849. ഇന്നേക്ക് 174 വർഷങ്ങൾക്ക് മുൻപ് സാക്ഷര നഗരിയായ കോട്ടയത്തിന്റെ മണ്ണിൽ നരബലി നടന്നു. എന്തിനെന്നറിയുമോ? ഒരു മനുഷ്യൻ, ഒരു ജന്മിയായ മനുഷ്യൻ തന്റെ തടയണകൾ എല്ലാ വർഷവും മഴയത്ത് തകർന്നു പോകുന്നു. ആരോ പറഞ്ഞൊരു ശാപമാണ്. ഈ ശാപം മാറണമെങ്കിൽ പെൺകുട്ടികളെ, കന്യകയായ പെൺകുട്ടികളെ അതിന്റെ മുമ്പിൽ നിർത്തി കഴുത്തറപ്പ് കൊന്നാൽ മാത്രമേ നിന്റെ ശാപം മാറത്തുള്ളൂ. ജന്മിയായതുകൊണ്ട് അവൻ ഒന്നല്ല 3 പെൺകുട്ടികളെ, 16നും 18 വയസ്സിനും പ്രായമുള്ള പെൺകുട്ടികളെ പിടിച്ച് അതിന്റെ മുൻപിൽ വെച്ച് കഴുത്തറത്ത് കൊന്നു. രക്തം അതിലേക്ക് ചീറിയൊഴിക്കുവാനിടയായി. 1849 ഈ നാട്ടിൽ നരബലി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അന്ന് നടന്നു. എന്തേ 2022 ഇത് ആവർത്തിക്കപ്പെട്ടത്? 2022 ഈ പുരോഗതി വന്നിട്ട് എന്തുകൊണ്ട് ഈ പ്രാകൃതമായത് ഇന്ന് മനുഷ്യന് മാറ്റം വന്നില്ല? റോഡ് മാറിയല്ലോ, വീട് മാറിയല്ലോ, വികസനത്തിന്റെ ഈറ്റില്ലമായല്ലോ, ഇവിടെയുള്ള ആ സമ്പന്നതയുടെ പറുദീസയായല്ലോ. പിന്നെ എന്തുകൊണ്ട് നരബലി ആവർത്തിച്ചു? എന്തിനാ നരബലി നടത്തിയത്? എനിക്ക് നന്മയുണ്ടാകാൻ അപരനെ കൊല്ലുന്ന പ്രവണതയല്ല, എനിക്ക് സംരക്ഷണം, എനിക്ക് സമൃദ്ധി ലഭിക്കാൻ അപരനെ കൊല്ലുന്നു. അപ്പൊ 2022 നരബലി നടന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് 170 വർഷം കഴിഞ്ഞിട്ടും ഈ നാട്ടിൽ ചൊവ്വനെ മാറ്റം വന്നിട്ടില്ല. ഇവിടെ മാറ്റം സംഭവിക്കേണ്ടത് റോഡ് മാറിയിട്ട് കാര്യമില്ല, വീട് മാറിയിട്ട് കാര്യമില്ല, ഇവിടെയുള്ള ശാസ്ത്രം പുരോഗിച്ചിട്ട് കാര്യമില്ല. ഇവിടെ മാറേണ്ടത് ശാസ്ത്രമല്ല, റോഡല്ല. ഇവിടെ മാറ്റം വരേണ്ടത് ആന്തരികമാ, ഹൃദയത്തിന് മാറ്റം വരേണ്ടത്, ആന്തരികമായി രൂപാന്തരം സംഭവിക്കേണ്ടത്, ആന്തരികമായിട്ട് പരിവർത്തനം വരുത്തേണ്ടത്. ആന്തരിക പരിവർത്തനം വരുത്താൻ ആർക്ക് കഴിയും? റിനൈസൻസ് എന്ന പദം രൂപപ്പെട്ടു വന്നൊരു ഫ്രഞ്ച് പദമുണ്ട്. അത് രൂപപ്പെട്ടു വന്നപ്പോൾ അതിനർത്ഥം ഇപ്രകാരമാണ്. റിയൽ റിനൈസൻസ് എന്തെന്ന് പറഞ്ഞാൽ അതിനർത്ഥം റീബർത്ത് എന്ന്. റിനൈസൻസ് മീൻസ് റീബർത്ത്. റീബർത്ത് എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനം. അപ്പൊ എന്താ ശരിക്കും നവോത്ഥാനം? ഒരു പുതുജനനമാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. അത് റോഡ് നന്നായത് കൊണ്ട് റീബർത്ത് നടക്കണമെന്നില്ല, ശാസ്ത്രം പുരോഗമിച്ചത് കൊണ്ട് റീബർത്ത് നടക്കണം ില്ല. എന്നാൽ യഥാർത്ഥ വീണ്ടും ജനനം എന്തെന്ന് ലോകത്തിൽ കൃത്യവും മനോഹരവുമായി എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അതിന്റെ പേര് വിശുദ്ധ വേദപുസ്തകം. ആന്തരിക മാറ്റത്തെ പറ്റി, വീണ്ടും ജനനത്തെ പറ്റി, യഥാർത്ഥ പരിവർത്തനത്തെ പറ്റി, യഥാർത്ഥ മാറ്റത്തെ പറ്റി അസന്നിഗ്ധമായിട്ട് എഴുതി വെച്ചത് ഈ പുസ്തകം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ പ്രസംഗിക്കുന്നത്. അപ്പൊ ചുറ്റുപാടും നാടും നാട്ടാരും ഒക്കെ മാറിയിട്ടും ആന്തരിക മാറ്റങ്ങൾ വരുന്നില്ലെങ്കിൽ ആ മാറ്റം വരുത്താൻ കഴിയുന്നത് ആ ശരിക്കുമുള്ള നവോത്ഥാനം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഈ സന്ദേശത്തെ ഞങ്ങൾ ഉയർത്തുന്നത്. ഇനിയും അനുഭവങ്ങളിലേക്ക് പറയാം. മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ഈ നവോത്ഥാനം, ഈ മാറ്റം ആന്തരികമായി അവന് രൂപാന്തരം വരുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഇന്നലകളുടെ അനുഭവങ്ങളിൽ ഞങ്ങളുടെ കൂടെയുള്ള പലർക്കും പറയാൻ 100 കണക്കിന് സാക്ഷ്യങ്ങളുണ്ട്. ജീവിതത്തിന്റെ പല മേഖലയിൽ അടിമത്തത്തിനകത്തു കിടന്ന് ആർക്കും രക്ഷിക്കാൻ കഴിയാതിരുന്ന അവരുടെ ജീവിതത്തിന്റെ അടിമത്തങ്ങളെയും ആസക്തികളെയും ഒറ്റ നിമിഷം കൊണ്ട് മാറ്റിമറിച്ചത് ഈ സന്ദേശമാണ്. പാലക്കാട് പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഇന്നേക്ക് ചില നാളുകൾക്ക് മുമ്പ് ഒരു പരസ്യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൂരെ നിന്നൊരു ചെറുപ്പക്കാരൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവൻ കേൾക്കുന്നുണ്ട്. നട്ടുച്ച നേരത്ത് 12 മണി സമയം. അതിനുശേഷം അവൻ ഓടി വന്നിട്ട് ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, ഈ പറഞ്ഞ സന്ദേശത്തിന് എന്നെ രക്ഷിക്കാൻ കഴിയുമോ? എന്നിട്ട് പറഞ്ഞു, 12 വർഷമായി ഞാൻ ഈ കുടി തുടങ്ങിയിട്ട് 12 വർഷമായി എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയും വിട്ടിട്ട് തൃശ്ശൂർ അടുത്ത് പോട്ടെ എന്ന് പറയുന്ന സ്ഥലത്താണ് തൻ്റെ വീട്. അവിടെ നിന്ന് ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നത് മാസം കുറയായി ഇവിടെ നടന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ എനിക്കൊരു വസ്ത്രം വാങ്ങിച്ചു തരാൻ ആരുമില്ല, പക്ഷെ എല്ലാ ദിവസവും കുപ്പി വാങ്ങിച്ചു തരാൻ ആളുണ്ട്. വസ്ത്രം വാങ്ങിച്ചു തരാൻ ആളില്ല, കുപ്പി വാങ്ങിച്ചു തരാൻ ആളുണ്ട്. കുടുംബം തകർന്നു, ആകപ്പാടെ വഴിതെറ്റിയ ജീവിതമാണ്. അദ്ദേഹം പറഞ്ഞു, എങ്ങനെങ്കിലും എനിക്ക് രക്ഷപ്പെടണം. തന്റെ ഭാര്യയുടെ നമ്പർ തന്നു. ഞങ്ങൾ വിളിച്ച് അവർ പറഞ്ഞു, ഞങ്ങൾ ദുരിതത്തിൽ ഇവിടെ കഴിയുന്നത്. 3 പെൺമക്കൾ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 പെൺകുഞ്ഞുങ്ങൾ. ഇവരെ കൊണ്ട് നരകതുല്യമായിട്ട് ജീവിക്കുന്നത്. ആ മനുഷ്യൻ ഒരു ഉത്തരവാദിത്വവുമില്ല. ആ പോട്ട എന്ന പ്രസിദ്ധ നഗരയിലുള്ള ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്.
റീഹാബിലിറ്റേഷൻ സെന്ററുകൾ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ ചാടി പുറത്തു വരുന്ന അടിമത്തം പേറിയ മനുഷ്യൻ. ആ മനുഷ്യൻ പറഞ്ഞു, കഴിഞ്ഞ രാത്രി 11 മണി വരെ മദ്യം കുടിച്ചിട്ട് ലെക്ക് കെട്ട് കിടന്നുറങ്ങിയത്. രാവിലെ എഴുന്നേറ്റത് 11:30 മണിക്കായി. അന്നേരം ഒരല്പം ലെക്ക് കിട്ടിയപ്പം ആദ്യത്തെ കുടി കുടിക്കാൻ നേരെ പോകുന്ന വഴിയില ഈ സന്ദേശം ഞാൻ കേൾക്കുന്നത്. അടുത്ത നിമിഷം അവിടെ നിന്ന പലരും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ മനുഷ്യൻ ഈ ക്രിസ്തുവിന്റെ സന്ദേശം പകർന്നു കൊടുത്തു. ആ നട്ടുച്ച നേരത്ത് പാലക്കാട് പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ആ മനുഷ്യൻ മുട്ടുമുട്ടി കരയാൻ തുടങ്ങി. അലറിക്കരഞ്ഞുകൊണ്ട് തന്റെ ഹൃദയത്തെ ക്രിസ്തുവിന് വേണ്ടി കൈമാറി കൊടുത്തു. ഞങ്ങൾ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. തിരിച്ചു തന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് അവിടെയല്ല. അടുത്ത ദിവസം താൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് ശേഷം മദ്യം കുടിക്കാതെ ഞാൻ ഉറങ്ങിയ ഒരു രാത്രിയുണ്ട്, കഴിഞ്ഞ രാത്രിയാന്ന് പറഞ്ഞു. അടുത്ത 2 ആഴ്ചക്ക് ശേഷം ആ യാത്ര ഇങ്ങ് തിരുവനന്തപുരം എത്തിയപ്പോ ഒന്നും കൂടെ ആ മനുഷ്യൻ വിളിച്ചിട്ട് പറഞ്ഞു, കഴിഞ്ഞ 2 ആഴ്ചയിൽ ഇന്നുവരെ ഞാൻ മദ്യം കുടിച്ചിട്ടില്ല. ആ 2 ആഴ്ചയല്ലെന്ന് ഈ അടുത്ത സമയത്തും എന്റെ സുഹൃത്ത് വിളിച്ചു. ഇന്നുവരെയും ആ മനുഷ്യൻ മദ്യം കുടിച്ചിട്ടില്ല. സമാധാനമുള്ള ഒരു ജീവിതം നയിക്കുന്നുണ്ട്. എന്നെ ഞാൻ പറഞ്ഞതെന്നറിയുമോ? എത്ര വർഷത്തെ അടിമത്തമാ, എത്ര വർഷത്തെ ആസക്തിയാ. പക്ഷെ അത് മാറ്റുവാൻ ഒത്തിരി മണിക്കൂർ വേണ്ടായിരുന്നു, നീണ്ട ധ്യാനങ്ങൾ വേണ്ടായിരുന്നു, ആധ്യാത്മിക സന്ദേശങ്ങൾ അധികം വേണ്ടായിരുന്നു. മറിച്ച് യേശുവിന്റെ കരം അവനെ തൊട്ട ആന്തരിക രൂപാന്തരത്തിനകത്തേക്ക് അവനെ പിടിച്ച ഒരു നിമിഷം മതിയായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ആന്തരിക മാറ്റത്തിന് രൂപാന്തരത്തിനും കഴിയുന്ന യേശുവിന്റെ സന്ദേശത്തെ ഇന്ന് രാത്രി ഞങ്ങൾ ദേശത്തിന് കൈമാറി തരുമ്പോൾ ജീവിതത്തിന്റെ ഏത് ആസക്തികളിലും ഏത് അടിമത്വങ്ങളിലും ഏത് തിന്മകളിലും ഏത് അനീതികളിലും സഞ്ചരിക്കുന്ന വ്യക്തികൾക്ക് ഇന്ന് രാത്രി വിമോചനം വരുത്താൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന് കഴിയുമെന്ന് അഭിമാനത്തോടെ ഞാൻ ഈ ദേശത്തിന് വിളിച്ചു പറയുമ്പോൾ അതിനാമൻ പറയാൻ പറ്റുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഈ ഹോളിനകത്ത് ഗ്രൗണ്ടിനകത്ത് ഇരിപ്പുണ്ട്. അവർ ചേർന്ന് ആ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, രക്ഷയ്ക്കുള്ള ഏകമാർഗം. ഹല്ലേലൂയ. ഇത് മനുഷ്യന് ആന്തരിക മാറ്റം തരുന്ന സന്ദേശ. ഇവിടെ ഞങ്ങൾ വിളംബരം ചെയ്യുന്നത് പുറത്തെ മാറ്റമല്ല, തൊലിപ്പുറത്തെ ചികിത്സയല്ല, ആന്തരിക മാറ്റമാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഇതിന് എല്ലാ കാലത്തും റെലവൻ്റ് ആയിട്ടുള്ളത്. ഈ കാലം മാറട്ടെ, ഏത് കാലവും വരട്ടെ. കോവിഡ് കാലത്ത് ഇതിന് റെലവൻസി ഉണ്ടായിരുന്നു. ഞങ്ങളത് പ്രസംഗിച്ചു, ഞങ്ങളത് അനുഭവിച്ചു. ഇനി അടുത്ത കാലഘട്ടത്തിൽ ഏതുവിധ പീർ പ്രഷറുകളും ടെൻഷനുകളും ഈ നാട്ടിൽ വന്നാലും അന്ന് ഞങ്ങൾ പറയും, സുവിശേഷത്തിന് ഡീൽ ചെയ്യാൻ കഴിയാത്തൊരു വിഷയമില്ല, യേശു ക്രിസ്തുവിന് ഇടപെടാൻ കഴിയാത്തൊരു വിഷയമില്ല, യേശുവിന് മാറ്റം വരുത്താൻ കഴിയാത്ത വിഷയമില്ല, യേശുവിൻ്റെ സന്ദേശത്തിന് രൂപപ്പെടുത്താനും രൂപാന്തരം വരുത്താനും കഴിയാത്ത സന്ദേശമില്ല. അപ്പം ഈ സന്ദേശം നവോത്ഥാനത്തിൻ്റെ സന്ദേശമാണ്. ഞാൻ 1-2 നവോത്ഥാനങ്ങളുടെ പറഞ്ഞിട്ട് വേഗത്തിൽ ആത്യന്തികമായ ഒരു സന്ദേശത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുക. ഈ നാട്ടിൽ ശരിക്കുള്ള നവോത്ഥാനം എന്തെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇവിടെയുള്ള ആത്യന്തികമായി ഇത്തിൽ കണ്ണികളെ അറുത്തു മാറ്റിയത് ഈ രക്ഷയുടെ സന്ദേശം വിശ്വസിക്കുന്നവർ ഈ നാട്ടിൽ ഉയർത്തിപ്പിടിച്ച വെളിച്ചമാണ്. ഈ നാട്ടിൽ നമ്മൾ പഠിച്ച ചരിത്രത്തിനകത്ത് നമ്മൾ മനഃപൂർവ്വം വിട്ടുപോയ കുറേ പേരുകളുണ്ട്. ഒരുപക്ഷെ പഠിക്കാൻ താല്പര്യമില്ലാതെ വിട്ടുകളഞ്ഞ പേരുകളുണ്ട്. ഭാരതത്തിൻ്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞു, ഇന്ത്യയുടെ ചരിത്രം ചരിത്രകാരന്മാർ ഒന്നും കൂടെ നന്നായിട്ട് പഠിച്ചിട്ടൊന്ന് റീറൈറ്റ് ചെയ്യണം. വി എൻകറേജ് ദാറ്റ്. ഞങ്ങൾ അതിനെ എൻകറേജ് ചെയ്യുന്നു. യു മസ്റ്റ് സ്റ്റഡി ഇറ്റ്. നിങ്ങളത് പഠിക്കണം. ഒന്നും വിട്ടുകളയാതെ മൊത്തം എഴുതണം. അങ്ങനെയെങ്കിൽ ഈ ചരിത്രത്തിനകത്ത് വരേണ്ടുന്ന കുറേ പേരുകൾ വരും. ഇന്ന് നമ്മൾ പഠിച്ച സതി നിരോധിച്ചത് അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചത് ആരെന്ന് ചോദിച്ച ഒറ്റ പേരെ നമ്മൾ പഠിക്കുന്ന സ്കൂൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളൂ. അത് രാജാറാം മോഹൻ റോയുടെ പേര് മാത്രമാണ്. പക്ഷെ രാജാറാം മോഹൻ റോയുടെ ആത്മകഥയ്ക്കകത്ത് പോലും താൻ പറയുന്ന ഒരു പേരുണ്ട്, വില്യം കേറി. വില്യം കേറി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ചരിത്രം. ബംഗാളിൻ്റെ മണ്ണിൽ, ഇംഗ്ലണ്ടിലെ മണ്ണിൽ നിന്ന് ബംഗാളിൻ്റെ മണ്ണിൽ വന്ന് ആ ദേശത്തിന് വേണ്ടി അഹോരാത്രം അധ്യധ്വാനം ചെയ്തൊരു മനുഷ്യൻ്റെ ചരിത്രം. ഒരിക്കൽ ബംഗാളിൻ്റെ ഒരു ഉൾസ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു മനുഷ്യൻ മരിച്ചൊരു കാഴ്ച കണ്ടു. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിതയുടെ പുറത്ത് പെൺകുട്ടികളെ മാറി 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 വെച്ച് കത്തിക്കുന്നു. അപ്പോഴാണ് പോളിഗമിയുള്ള കാലഘട്ടം, ബഹുഭാര്യത്വമുള്ള കാലഘട്ടമാണ്. ഈ മനുഷ്യൻ ഒത്തിരി വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ
അദ്ദേഹത്തിൻ്റെ മരണത്തോടൊപ്പം ആ പെൺകുട്ടികളെ മുഴുവൻ ആ ചിതയുടെ പുറത്തു വെച്ച് കത്തിക്കുക, നെഞ്ചത്തടിച്ച് അലറിക്കരഞ്ഞുകൊണ്ട് താൻ തൻ്റെ മുറിയിലേക്കോടി. അടുത്ത ദിവസം വില്യം കേറി തൻ്റെ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന തൻ്റെ പ്രസിദ്ധീകരണത്തിൽ താൻ എഴുതി വെച്ചു, ഇങ്ങനെ ഒരു പ്രാകൃതാചാരം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ബ്രിട്ടീഷ് പാർലമെന്റ് പ്ലീസ് കൺസിഡർ ദാറ്റ്. നിങ്ങൾ അതിനെ ഒന്ന് കൺസിഡർ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യയിലാണ് ആദ്യമായിട്ട് അത് എഴുതപ്പെട്ടത്. ഇതാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ ആദ്യമായിട്ട് ചർച്ചയ്ക്കിടയായത്. ആ വില്യം കേറി എഴുതിയ എഴുത്താണ്. അദ്ദേഹം ഭാഷകൾക്ക് ഇവിടെ ലിപികൾ നൽകി, ആ ഭാഷകൾക്ക് ഏകീകരണം വരുത്തി, ഒത്തിരി ഭാഷകൾക്ക് അതിന് അർത്ഥവും മാനവും നൽകി. എന്ത് ഈ ചരിത്രം എഴുതി വെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ അനാചാരങ്ങളെയും ഈ നാട്ടിലെ ദുരാചാരങ്ങളെയും ഇവിടെയുള്ള ദുഷ്പ്രവണതകളെയും ആകമാനം മാറ്റിമറിച്ച് വെളിച്ചം നൽകിയ സന്ദേശമാ ഞങ്ങൾ ഉയർത്തി പറയുന്ന സുവിശേഷം. പറയാനുണ്ട്. ഇന്ന് രാത്രി ഞാൻ വിശാലമായിട്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പറയാൻ എണ്ണമറ്റ ചരിത്രങ്ങളുണ്ട്. ഈ നാട്ടിൽ വരുത്തിയ പരിവർത്തനങ്ങൾ, ഈ നാട്ടിന് ലഭിച്ച വെളിച്ചങ്ങൾ, ഈ നാടിന് വന്ന രൂപാന്തരങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ യേശുവിൻ്റെ സന്ദേശം ഇത് നവോത്ഥാനത്തിൻ്റെ സന്ദേശമാ, ഇത് പരിവർത്തനത്തിൻ്റെ സന്ദേശമാ, ആന്തരിക മാറ്റത്തിൻ്റെ സന്ദേശമാ. ഞാൻ ആത്യന്തികമായി ഇന്ന് രാത്രി പറയാൻ താല്പര്യപ്പെടുന്ന ഭാഗത്തേക്ക് വരുന്നു. ഇവിടെ പറയുന്നു, ഏക സത്യദൈവമായ നിന്നെ. ഞാൻ പറഞ്ഞു തുടങ്ങിയത് അവിടെയാ. ഈ സന്ദേശം അബ്സല്യൂട്ടാ. ഈ സന്ദേശം അബ്സല്യൂട്ട്. അടുത്തത്, ഈ സന്ദേശം അബ്സല്യൂട്ട് ആകുന്നത് ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായിരുന്നത് കൊണ്ടാണ്. ആ വ്യക്തി ആരാ? അവിടെ പറയുന്നുണ്ട്, നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ. എന്താണ് ക്രിസ്ത്യാനിറ്റിയുടെ യുണീക്നെസ്? ക്രിസ്ത്യാനിറ്റിയുടെ യുണീക്നെസ് മറ്റൊന്നുമല്ല, യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലും യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിലും യേശുവിൻ്റെ മരണത്തിലും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലും യേശുവിൻ്റെ ആ അനുഭവങ്ങളിലാണ് ഈ ക്രിസ്ത്യാനിത്വം അടയാളപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉയർത്തി പറയുന്ന ഈ ക്രിസ്ത്യാനിത്വത്തെ ഇന്നും യുണീക്കായിട്ടിരിക്കുന്നത്. എന്താ യേശുവിൻ്റെ അറിയുക എന്നതിൻ്റെ പ്രത്യേകത? അത് പറയണമെങ്കിൽ ഞാൻ ഇൻകാർണേഷൻ മുഴുവൻ തുടങ്ങേണ്ടി വരും. കാരണം ഈ സമൂഹത്തിനകത്ത് നമ്മൾ കേട്ട ഒത്തിരി ചിന്താധാരകളും തത്വധാരകളും നമ്മളുണ്ട്. പക്ഷേ അതിൽ നിന്ന് എന്തുകൊണ്ട് ക്രിസ്തുവിനെ വർത്തിരിക്കുന്നത്? ഒന്നാമത്തെ ഘടകം ഞാൻ പറയാം, യഥാർത്ഥത്തിൻ്റെ താഴ്മ എന്തെന്ന് എനിക്ക് പഠിപ്പിച്ചു തന്ന സന്ദേശമാ ക്രിസ്തുവിൻ്റെ ജഡാവതാരം എന്നുള്ളത്. ഇവിടെ അങ്ങനെ ഒരു പദം കേട്ടില്ല. പക്ഷെ മിക്ക കൺവെൻഷനുകളിലും പോകുമ്പം ആദ്യം കേൾക്കുന്ന ഒരു പദമുണ്ട്, മുമ്പിലുള്ള കസേരകൾ വെറുതെ ഇട്ടിരിക്കാതെ പുറകിരിക്കുന്നവരൊക്കെ മുമ്പിലോട്ട് കയറിയിരിക്കണം. ഇത് പറഞ്ഞാൽ ഒറ്റ മനുഷ്യൻ കയറുന്ന കണ്ടിട്ടില്ല. അവസാനം ഈ പറഞ്ഞ ആൾക്കാർ രണ്ടാമത് ഒന്നുകൂടെയൊക്കെ ഇച്ചിരൂടെ കർശനമായിട്ടൊക്കെ പറഞ്ഞു കഴിയുമ്പം രണ്ടും മൂന്നും പറയുമ്പോഴാണ് പുറകിൽ എന്ത് ചെയ്യുന്നേ, മുമ്പിലോട്ട് കയറിയിരിക്കുന്നത്. നമ്മൾ ഇരിക്കുന്ന കസേരയെന്ന് തൊട്ടു മുമ്പിലുള്ള കസേര കയറിയിരിക്കാൻ നമുക്ക് മടിയാ. വേറെ ഒന്നുമില്ല, കസേരയ്ക്ക് ബലം കുറഞ്ഞിട്ടല്ല, അതിൻ്റെ കളറ് മോശമായിട്ടല്ല, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്തുനിന്ന് തൊട്ടു മുമ്പിലേക്ക് കയറിയിരിക്കാൻ നമ്മുടെ അകത്തുള്ളൊരു കുഞ്ഞീഗോ നമ്മളെ അനുവദിക്കുന്നില്ല. ചെറിയൊരു ഈഗോ നമ്മളെ അനുവദിക്കുന്നില്ല. പക്ഷെ അവിടെയാണ് സ്വർഗം വിട്ടിറങ്ങി ഈ ഭൂമിയിൽ വന്ന എൻ്റെ കർത്താവിൻ്റെ ജഡവതാരം നിസ്തുലമാകുന്നത്. തൊട്ടു മുമ്പിലേക്ക് കയറിയിരിക്കാൻ ഇന്ന് മനുഷ്യൻ കടിപിടികൂടുന്നത് എന്തിനു വേണ്ടിയാ? അധികാരത്തിൻ്റെ ഇടനാഴിക്കകത്ത് അവിടെ ശണ്ട കൂടുന്ന മനുഷ്യൻ്റെ ആ സായുധ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ സ്വർഗമഹിമകളെ വിട്ടിറങ്ങി വന്ന യേശുവിൻ്റെ ജീവിതം നിസ്തുലമായിട്ടിരിക്കുക. അവിടെ കൊണ്ട് തീർന്നില്ല. പാട്ടുകാർ പാടുന്നൊരു പാട്ടുണ്ട്, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ. അപ്പൊ പട്ടിനുള്ള മൂലവസ്തു ആരാ സൃഷ്ടി ചെയ്തത്? നമ്മുടെ അരുമനാഥന് അത് സൃഷ്ടി ചെയ്തത്. പക്ഷെ ആ കിടക്കുന്ന കാഴ്ച നിങ്ങളൊന്ന് കാണണം. എവിടെയാ കിടന്നത്? അവൻ കിടന്നത് പുൽത്തൊഴുത്തില്ല. എന്തവനെ പൊതിഞ്ഞത്? അവനെ പൊതിഞ്ഞത് ശീലയിൽ പൊതിഞ്ഞെന്ന കാണുന്നേ. മറ്റൊരു പാട്ടുകാരൻ എഴുതി വെച്ചത് അവനെ കീറ്റുശീലയിൽ പൊതിഞ്ഞെന്ന്. ബൈബിള് കീറ്റുശീല എന്ന് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, ഇറ്റ്സ് നോട്ട് എ കോസ്റ്റ്ലി ലിനൻ. അത് വില കൂടിയ ലിനൻ ഒന്നുമല്ല, ഒരു സാധാരണ തുണിയാ, സാധാരണ തുണി. കാരണം 2 പ്രാവിനെ മാത്രം അർപ്പിക്കാൻ ശേഷിയുള്ള കുടുംബത്തിന് പൊതിയാൻ അതിനേക്കാൾ വില കൂടിയുള്ള തുണി കാണത്തില്ല. പക്ഷേ ആ നാട്ടിൽ ബാബിലോണ്യ മേലങ്കിയുണ്ട്, ആ നാട്ടിൽ ഈജിപ്ഷ്യൻ പട്ടുകളുണ്ട്, ആ നാട്ടിൽ പേർഷ്യൻ പട്ടുകളുണ്ട്. ഇതിന്റെ മുഴുവനും മൂലവസ്തുവിനെ സൃഷ്ടി ചെയ്തവനെ ഒരു സാധാരണ തുണിയിൽ പൊതിഞ്ഞ് അവനെ അവിടെ കിടത്തിയതിന്റെ പിൻവില കാരണം ഇന്ന് രാത്രി ഞാനും നിങ്ങളുമാ, എന്നെ നിങ്ങളോടുമുള്ള ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പരമകോടി അവൻ വെളിപ്പെടുത്തി ഈ ഭൂമിയിൽ വന്ന് അവ തന്നെത്താൻ ഒഴിച്ചു വന്നു.
തീർന്നില്ലെന്ന്. ലോകത്തിലെ ഒരു ചരിത്രത്തിലും എഴുതി വെക്കാത്ത ഒരു കാര്യം എൻ്റെ കർത്താവിൻ്റെ ചരിത്രത്തിൽ മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. അവനെ ശീലയിൽ പൊതിഞ്ഞ് പശുത്തൊട്ടിയിൽ കിടത്തുവാനിടയായി. എന്ത്, നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പം നമ്മൾ സാധാരണ പറയും, പരിചയമുള്ളവർക്കൊരു മെസ്സേജ് ഇടും, ഗോഡ് ഹാസ് ബ്ലെസ്ഡ് us with a baby girl or a baby boy. ഒരാൺകുട്ടിയെ അല്ലെങ്കിൽ പെൺകുട്ടിയെ ദൈവം ദാനമായി തന്നു. കുറച്ചും കൂടെ സാഹിത്യമൊക്കെ ഉപയോഗിച്ചാൽ എ പ്രിൻസ് വന്നെന്ന് പറയും, പ്രിൻസസ് വന്നെന്ന് പറയും, ലിറ്റിൽ ഏഞ്ചൽ വന്നെന്ന് പറയും. ഇതൊക്കെ പറഞ്ഞാലും നമ്മൾ അത് ഏത് കുഞ്ഞാ എന്നതേ പറഞ്ഞിട്ടുള്ളൂ. അവനെ നീല തുണിയിൽ പൊതിഞ്ഞ് പച്ച വിരിച്ച ബെഡിക്കിടത്തു എന്ന് നമ്മൾ പറയത്തില്ല. നമ്മുടെ ചരിത്രത്തിലല്ല, ആരുടെയും ചരിത്രത്തിൽ പറയത്തില്ല. പക്ഷെ ഒറ്റ ചരിത്രത്തിൽ മാത്രം അത് പറഞ്ഞു. അവനെ ശീലയിൽ പൊതിഞ്ഞ് പശുത്തൊട്ടിയിൽ കിടത്തി. എന്തിനാ പൊതിഞ്ഞ വസ്ത്രം വരെ പറഞ്ഞത്? ഒറ്റ കാരണമേ ഉള്ളൂ, അവൻ ആർക്കും ഒതുക്കാൻ കഴിയാത്തവനായിരുന്നു. ആകാശത്തിന് ഒതുക്കാൻ കഴിയാത്ത, ഭൂമിക്ക് ഒതുക്കാൻ കഴിയാത്ത, സ്വർഗങ്ങൾക്ക് ഒതുക്കാൻ കഴിയാത്ത, ചരിത്രത്തിന് ഒതുക്കാൻ കഴിയാത്ത, കാലത്തിന് ഒതുക്കാൻ കഴിയാത്ത, ദൂതന്മാർക്ക് ഒതുക്കാൻ കഴിയാത്ത, ഈ ഭൂമണ്ഡലത്തിലുള്ള യാതൊന്നിന് ഒതുക്കാൻ കഴിയാത്ത നിത്യനായ ദൈവം എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കേണ്ടതിന് രണ്ട് കൈക്കകത്തൊതുങ്ങുന്ന കീറ്റുശീലയോട് തന്നെത്താൻ ഒതുക്കിയെങ്കിൽ അത്രയ്ക്ക് വലിപ്പമുണ്ട്. ഇന്ന് രാത്രിയിൽ ആ ദൈവ സ്നേഹത്തിനെന്ന് അകതാരിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ, ഇന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ച് ദേശത്തോട് വിളിച്ചു പറയുന്നു, ഇതാ യേശുവിന്റെ സന്ദേശത്തിന്റെ പ്രസക്തി. അവൻ മനുഷ്യരെ രക്ഷിപ്പാൻ സകലതും വിട്ടിറങ്ങി വന്നു, വലിച്ചെറിഞ്ഞു ഇറങ്ങി വന്നു, പലതിനെയും ഉപേക്ഷിച്ചിറങ്ങി വന്നു. അതാണ് ക്രിസ്തുവിന്റെ സന്ദേശത്തിന്റെ യൂണീക്നെസ്. അടുത്തത്, ഈ സന്ദേശത്തിന്റെ ഏറ്റവും തനിമ ഞാൻ പറയാം. ഈ സന്ദേശം ഇത് ലിബറേഷന്റെ സന്ദേശം, ഇത് വിടുതലിന്റെ സന്ദേശം, ഇത് വിമോചനത്തിന്റെ സന്ദേശമാ, മനുഷ്യനെ വലിച്ചു വേർപിരിപ്പിച്ച സന്ദേശമാ. ഇവിടെ താത്വിക ജ്ഞാനങ്ങൾ പറഞ്ഞവരുണ്ട്, താത്വിക ആചാരങ്ങൾ പറഞ്ഞവരുണ്ട്, തത്വചിന്തകൾ ഓതിത്തന്നവരുണ്ട്, മത സന്ദേശങ്ങൾ ഓതിയവരുണ്ട്. പക്ഷെ ആത്യന്തികമായി മനുഷ്യന്റെ അവസ്ഥകൾക്കകത്തിറങ്ങി വന്ന് അതിനകത്തുനിന്ന് അവനെ തൊടാൻ ഇവർക്കാർക്കും കഴിഞ്ഞില്ല. വെള്ളപ്പൊക്കം നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ആൾക്കാർ വന്ന് ബോട്ടുകളിൽ രക്ഷിച്ചുകൊണ്ട് പോകുന്നത്. 2018 രണ്ടാം നിലയുടെ മുകളിൽ നിന്ന് ബോട്ടിൽ രക്ഷിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും വന്ന മത്സ്യബന്ധന തൊഴിലാളികൾ, അവരാണ് രക്ഷിച്ചു കൊണ്ടുപോയത്. ഇല്ലെങ്കിൽ ആറാട്ടുപുഴയിൽ ഒത്തിരി മൃതദേഹങ്ങൾ പൊങ്ങുമായിരുന്നു, ചെങ്ങന്നൂരിൽ ഒത്തിരി മൃതദേഹങ്ങൾ ഉയരുമായിരുന്നു. എന്നാൽ അവർ അവിടെ നിന്ന് ബോട്ടുമായിട്ട് ഇവിടെ വന്ന് രക്ഷിച്ചു. ശരിക്കും അവർ അവിടെ നിന്നുകൊണ്ട് മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചാൽ, ഫോൺ വിളിച്ചു പറഞ്ഞാൽ മുങ്ങിത്താഴുന്നവൻ രക്ഷപ്പെടത്തില്ല. എന്നാൽ അവനെ രക്ഷിക്കാൻ കഴിയുന്ന ഒറ്റ യുള്ളൂ, അവിടെ നിന്ന് ഇവിടെ വന്ന് കൈപിടിച്ച് കയറ്റുക എന്ന പ്രവൃത്തിയല്ലാതെ രക്ഷിക്കാൻ കഴിയത്തില്ല. ഇന്നും അകത്ത് ഗ്രസിച്ചിരിക്കുന്ന അടിമത്തങ്ങൾക്കകത്ത് സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മനുഷ്യ, നിനക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. മാനവകുലത്തെ രക്ഷിപ്പാൻ ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് അവന്റെ പാപാവസ്ഥക്കകത്തു നിന്ന് അവനെ പിടിച്ചു രക്ഷിച്ച് അവന് വിമോചനം നൽകിയ ഒരു രക്ഷകനെ ഇന്ന് രാത്രി ഞാൻ ഉയർത്തി പറയുന്നു. അതത്രേ കർത്താവായ യേശു ക്രിസ്തു, മനുഷ്യനെ രക്ഷിച്ച വിമോചകൻ. അതുകൊണ്ട് ഈ സന്ദേശം വിമോചനത്തിന്റെ സന്ദേശമാണ്. ഇറ്റ്സ് ദ മെസ്സേജ് ഓഫ് ലിബറേഷൻ. ഇത് ലിബറേറ്റ് ചെയ്യുന്നത്. ഇതെങ്ങനെ ലിബറേറ്റ് ചെയ്യുന്നത്? ആ ലിബറേറ്റ് ചെയ്യുന്നതിലേക്ക് തിരിച്ചു വരാതെ വണ്ണം എന്നേക്കും നല്ലൊരു ജീവിതം നൽകുന്ന സന്ദേശമാണ് ഇത്. എന്ന് പറഞ്ഞാൽ വിട്ടുപോകുന്നതിലേക്ക് തിരിച്ചു പോകാതെ വണ്ണം, ഉപേക്ഷിച്ചതിലേക്ക് തിരിച്ചു പോകാതെ വണ്ണം അവന്റെ ജീവിതത്തെ പുതുതാക്കി തീർക്കുന്ന സന്ദേശമാണ് ഇന്ന് രാത്രി ഞങ്ങൾ വിളംബരം ചെയ്യുന്ന ഈ സുവിശേഷമെങ്കിൽ ഏതെങ്കിലുമൊക്കെ മേഖലകൾ അടിമ ഗ്രസിച്ചുകൊണ്ട്, ലഹരികൾ ഗ്രസിച്ചുകൊണ്ട് പരാജയപ്പെട്ട മേഖലയുണ്ട്, ഇന്ന് രാത്രി ഓടി വരാൻ തയ്യാറായാൽ യേശുവിന് നിങ്ങളെ വിമോചിക്കാൻ കഴിയും. യേശുവിന് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം വരുത്താൻ കഴിയും. ജീവിതത്തിന് മാനം വരുത്താൻ കഴിയും. വിമോചിക്കാൻ കഴിയുന്ന സന്ദേശം. ഈ സന്ദേശം വിമോചനത്തിന്റെ സന്ദേശം. എന്നാൽ എന്നെ ഏറ്റവും അധികം അഭിമാനത്തോടെ ഞാൻ വിളിച്ചു പറയുന്നത്, ഈ സന്ദേശം ഇത് സ്നേഹത്തിന്റെ സന്ദേശം. ഈ ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് സ്നേഹത്തെയാ.
സ്നേഹം ആഘോഷിക്കാൻ ഒരു ദിനം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ദിവസം അവർ ഫെബ്രുവരി 14 സ്നേഹം ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ഈ വർഷം ആഘോഷിക്കുന്ന സ്നേഹിതരോടൊപ്പമല്ല അടുത്ത വർഷം ആഘോഷിക്കുന്നത്. കഫേറ്റീരിയൽ തുടങ്ങി കഫേറ്റീരിയൽ ഒടുങ്ങുന്ന സ്നേഹം. ഏതെങ്കിലുമൊക്കെ കഫേറ്റീരിയലോ അല്ലെങ്കിൽ ചാറ്റ് ക്ലബ്ബുകൾ തുടങ്ങിയിട്ട്, ചാറ്റ് ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ട്, ഏതെങ്കിലുമൊക്കെ ഹോട്ടൽ മുറികൾക്കകത്ത് കൂട്ടയാത്മഹത്യ ചെയ്തുകൊണ്ട് തീരുന്ന ചരിത്രങ്ങൾ. റെയിൽവേ ട്രാക്കിലോ ഹോട്ടൽ മുറികളിലോ ഞാൻ കയറിലോ ഒരു തുള്ളി വിഷത്തിലോ ഇല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ കത്തി മുനമ്പിനകത്ത് തീരുന്ന സ്നേഹത്തിന്റെ കുത്തുകാഴ്ചകൾ. എന്നാൽ ഇതിന്റെ നടുവിൽ മനുഷ്യനോട് ചോദിക്കും, എന്താ മനുഷ്യ നീ ആഗ്രഹിക്കുന്നത്? സ്നേഹമാ. ഇത്രയൊക്കെ സ്നേഹിതരുണ്ടായിട്ടും സ്നേഹം കണ്ടെത്താൻ കഴിയുന്നില്ല. ഹായ് പറയാൻ ഒത്തിരി പേരുണ്ട്, ഹലോ പറയാൻ ഒത്തിരി പേരുണ്ട്, ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് പറയാൻ ഒത്തിരി പേരുണ്ട്. സ്നേഹം കണ്ടെത്താൻ കഴിയുന്നില്ല. സ്നേഹത്തിന് വേണ്ടി ഓടുക. സ്നേഹം കേവലം ആ ഒരു ജൽപ്പനങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. എന്താ റിയൽ ലവ് എന്ന് പറയുന്നത്? എന്താ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്? ഇന്ന് നമ്മൾ കാണുന്ന സ്നേഹം പറയാം, ഒരാളോട് പ്രേമാഭ്യർത്ഥന നടത്തിയിട്ട് അത് നിരസിക്കപ്പെട്ടാൽ കത്തിക്കൊണ്ട് കഴുത്തറക്കുന്ന സ്നേഹം. അത് സ്നേഹമാണോ? അല്ല, സ്വാർത്ഥതയാ. എന്നോട് എസ് പറയാത്തവൾ ആരോടും എസ് പറയണ്ട. എൻ്റെ കൂടെ ജീവിക്കാത്തവൾ ആരോടും കൂടെ ജീവിക്കണ്ട. സ്വന്തമായിട്ട് കത്തി പണിതുണ്ടാക്കി പെൺകുട്ടിയുടെ കഴുത്തറത്ത ചെറുപ്പക്കാരൻ്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ. 14 കിലോമീറ്റർ നടന്നുപോയി പെൺകുട്ടിയുടെ അപ്പൻ്റെ കട കത്തിച്ചിട്ട് 5 കിലോമീറ്റർ നടന്നു വന്ന് 2ാം നിലയുടെ മുകളിൽ ഉറങ്ങുന്ന പെൺകുട്ടിയുടെ കഴുത്തറത്ത ചെറുപ്പക്കാരനെ, അവന്റെ പുറത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചെറുപ്പക്കാരനെ, ആസിഡ് മുഖത്തൊഴിക്കുന്ന ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഒറ്റ ഭാഗം മാത്രം പറഞ്ഞതായിട്ട് തോന്നണ്ട. ആര് വിട്ടും മോശമൊന്നുമല്ല. കാരണം നമ്മൾ വായിച്ചതല്ലേ, അല്ലെങ്കിൽ നമ്മൾ കണ്ടതല്ലേ. നല്ലതാണ് കഷായം, പക്ഷേ അതിനകത്ത് കീടനാശിനി കയറിയപ്പോയി. ആരും മോശമൊന്നുമല്ല. എങ്ങനെയാണ് പെൺകുട്ടി ആ ചെറുപ്പക്കാരനെ വിളിച്ചതെന്നുള്ളത് നമുക്കറിയാം. ഒറ്റ രാത്രി മുതൽ 68 പേജുള്ള കുറ്റപത്രത്തിനകത്ത് പോലീസുകാർ എഴുതി വെച്ചൊരു ഭാഗമുണ്ട്. കഴിഞ്ഞ രാത്രി മുഴുവൻ എന്ത് ചാറ്റ് ചെയ്താണ് ആ ദിവസത്തിലേക്ക് അവനെ വിളിച്ചു വരുത്തിയതെന്ന്. സ്നേഹം കൊടുക്കാമെന്ന് വ്യാമോഹം കൊടുത്തിട്ട് ജീവനെടുത്ത കാഴ്ച എല്ലായിടത്തുമുണ്ട്. ആട്ടിൻ സൂപ്പിനകത്ത് സൈനഡ് കൊടുത്ത് അപ്പനെയും അമ്മയും കൊന്നുകളഞ്ഞ, സ്നേഹത്തിൽ കൊടുത്ത് ആട്ടിൻ സൂപ്പിനകത്ത് സൈനഡ് ചേർത്ത് കൊന്നുകളഞ്ഞ കൂടത്തായിൽ ആന്റിയുടെ ചരിത്രം മറക്കത്തില്ലല്ലോ മലയാളി. അങ്ങനെയെങ്കിൽ സ്നേഹം എവിടെയാ? സ്നേഹം ഒരു സ്വാർത്ഥതകളായി മാറിപ്പോകുമ്പോ ഇന്ന് രാത്രി സ്നേഹം വെളിപ്പെട്ട ഒരിടത്തിലേക്ക് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം. വരാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് പോകണം. ലോക ചരിത്രം ഇതുവരെ കണ്ട ഏറ്റവും വലിയ സ്നേഹത്തിന്റെ ഇടത്തിലേക്ക് വരണം. ആ ഗെത്സമനയുടെ മുമ്പിലേക്ക് വരണം. ആ ഗബതയുടെ വഴിത്താരകളിലേക്ക് പോകണം. ആ ഗോൽഗോഥായുടെ വഴിത്താരകളിലേക്ക്. സകല മാനവകുലത്തിന്റെയും പാപത്തെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അതിവേദനയാൽ മനം നിറഞ്ഞ്, മനം വേദനയോടെ കരഞ്ഞ് അരുമനാഥന്റെ കണ്ണുനീർ വീണ ആ ഗെത്സമന മറക്കരുത്. മാനവകുലത്തിന്റെ പാപം മുഴുവൻ ഏറ്റെടുത്ത ഗെത്സമന, ആ ഗബത ക്രൂരമകട്ടോ. ഒരു മനുഷ്യനെ എത്രയും മുറിവേൽപ്പിക്കാൻ പറ്റുമോ അത്രയും മുറിവേൽപ്പിച്ച ഇടമാ ആ ഗബത എന്ന് പറയുന്നത്. റോമൻ ഫ്ലാഗ്രം എന്ന് പറയുന്ന ഒരു കൈപ്പിടി, അതിന്റെ അറ്റത്ത് 3 മുതൽ 5 വരെ ചാട്ടകൾ, പല നീളത്തിൽ പല വീഥികളിൽ അത് ആ പിടിയിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുന്നു. അതിന്റെ അറ്റത്ത് ഈ കട്ടകൾ കെട്ടിയിട്ടുണ്ട്. ഒരു മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം ആഘാതം ഏൽപ്പിക്കുന്ന മെറ്റലാണ് ഈയം എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ അറ്റത്ത് ചേർത്ത് കെട്ടിയിരിക്കുന്നത്. അതിനകത്ത് കുർത്തുമുർത്ത ഇരുമ്പിന്റെ കഷ്ടങ്ങൾ അറ്റത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഫ്ലാഗ്രം എന്ന് പറയുന്നത്. ഇത് 4 അടി മാറി നിന്ന് ഒരുവന്റെ പുറത്തേക്ക് അടിക്കുന്നത്. ഇത് എഴുതി വെച്ചത് ഡോക്ടർ ജോഷ് മാക്ഡവൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, 4 അടി ദൂരത്ത് നിന്ന് ഒരുവന്റെ പുറത്തേക്ക് ഇതടിച്ചു കഴിഞ്ഞാൽ ഒരടിയായിട്ടല്ല കൊള്ളുന്നത്, അത് പല വീതിയിൽ അവന്റെ ദേഹത്തേക്ക് വീഴുകയാ. ഇതൊരു 3 അടിക്ക് തന്നെ അവന്റെ ത്വക്ക് തകർന്നു തുടങ്ങും. 7 അടിക്കുള്ളിൽ അവന്റെ രക്തധമനികൾ പൊട്ടിയെറിയപ്പെടും. രക്തധമനികൾ പൊട്ടിയാൽ പിന്നെ അവിടെ രക്തത്തിന്റെ പ്രവാഹമാണ് അവിടെ സംഭവിക്കുന്നത്. ഈ അടി 15 മുകളിലേക്ക് പോകുമ്പം അവിടെ രക്തം മാത്രമല്ല, മാംസം അടർന്നു പുറത്തു വരും. നമ്മൾ ചള്ളയുള്ള റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വാഹനത്തിൽ നിന്ന് ചള്ള തെറിച്ചു വീഴുന്നത് പോലെ മാംസങ്ങൾ തെറിച്ചു വീഴും. അടി 30കളിലേക്ക് എത്തിയാൽ ആ മനുഷ്യൻ പറയുന്നത് ഉത്തരം തകർന്ന് ചിലരുടെ
മനുഷ്യരുടെ വയറ്റിലെ കുടലുകൾ വരെ പുറത്തു വരുന്ന രീതിയിൽ ആ കുടൽമാല നിലത്തിടയുവാനിടയാകും. ഇതാ ഫ്ലാഗ്രം കൊണ്ടുള്ള അടിയുടെ പ്രത്യേകത. എന്നാൽ ഇത് മുഴുവൻ സഹിച്ച് ഒരു 33.5 വയസ്സുകാരൻ അവൻ ആ ഗപതയിൽ നിൽക്കാനിടയായി. എന്തിനാ? ഇന്ന് രാത്രി എന്നെയും നിങ്ങളെയും ഈ മുഴു ലോകത്തെയും കണ്ട് ആ വലിയ അടിയുടെ ഘാതം അവൻ സഹിച്ച് ആപാദചൂടം തകർക്കപ്പെട്ടവനായി അവൻ അത് മുഴുവൻ വഹിച്ചു. ആ മനുഷ്യൻ ജോഷ് മക്ഡവൽ എഴുതി വെക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇങ്ങനൊരു അടി കൊണ്ട് അവൻ പിന്നെ എഴുന്നേൽക്കത്തില്ല. അവൻ്റെ പാദം ഉൾപ്പെടെ അടിയേൽക്കുന്നത് കൊണ്ട് എഴുന്നേൽക്കാൻ കഴിയത്തില്ല. പക്ഷെ എന്നാലും അടുത്ത നിമിഷം 300 പൗണ്ടിലധികം ഭാരമുള്ള പച്ചമരക്കുരിശും അപ്പോളിൽ വെച്ചു കൊടുത്ത് അവൻ അതും വഹിച്ചുകൊണ്ട് വേച്ചു വീണും എഴുന്നേറ്റും ആ രക്തത്തിന്റെ തുള്ളികളുടെ ആ മണമുള്ള വഴിപ്പാറയിലൂടെ അവൻ ആ ഗോൽഗോഥായിലേക്ക് നടക്കാനിടയായി. പുറകിൽ ഇന്ന് രാത്രി ആ വഴിയൊന്ന് സഞ്ചരിച്ചു തുടങ്ങി. ആ രക്തത്തിന്റെ മണമുള്ള വടിയിൽ അവിടെ വിതറിക്കിടക്കുന്നത് നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ആ സ്നേഹത്തിന്റെ നിണമാ. പാട്ടുകാരൻ പാടുന്നത് പോലെ നിന്തൊരു രക്തത്തിൻ തുള്ളികൾ തെറിച്ചു ക്രൂശതിൽ അതിലോരോ തുള്ളിക്കും ഞാൻ എന്തു നൽകും മറുവിലയാ. എനിക്ക് വേണ്ടി ചൊരിയപ്പെട്ട യേശുവിന്റെ പരിപാവനമായ പുണ്യാഹ രക്തം അവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി ചിന്തുവാനിടയായി. അവിടെ ആ ക്രൂശിൽ അവനെ വലിച്ചു കെട്ടി. ആ മനുഷ്യൻ അവിടെ ആണികൾ അടിക്കപ്പെടുമ്പോൾ അവിടെ ഇറക്കി വെക്കുമ്പോൾ ശരീരത്തിന്റെ ഓരോ നാട്ടികളിലും ഓരോ അവയവങ്ങളിലും വേദനകൾ അനുഭവിക്കും. പാദം മുതൽ തലമുടി വരെ വേദനകളിലൂടെ അവൻ കടന്നു പോകുന്നു. ശ്വാസമെടുക്കാൻ കഴിയത്തില്ല. ഹൃദയത്തിലേക്കുള്ള ബ്ലഡിന്റെ പമ്പിങ് തടസ്സപ്പെടുന്നു. ശ്വാസം എടുക്കണമെന്നുണ്ടെങ്കിൽ കാലമർത്തി മാത്രമേ ശ്വാസമെടുക്കാൻ കഴിയത്തുള്ളൂ. ഇത്രയും അടി സഹിച്ച ആ കാലുകൊണ്ട് ഒന്ന് അമർത്തി ശ്വാസം എടുക്കണമെങ്കിൽ അത്രയ്ക്ക് വേദനയാ. എന്നാൽ അവൻ അത് മുഴുവൻ സഹിച്ച് കാലൂന്നി ശ്വാസമെടുത്ത് ആദ്യം പറഞ്ഞ വാക്ക് ഇന്ന് രാത്രി അടയാളപ്പെടുത്തി വെക്കണം. പിതാവേ, ഇവർ ചെയ്തത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. തല്ലിക്കൊല്ലുവാൻ നടക്കുന്ന ഈ സമൂഹ വ്യവസ്ഥയുടെ നടുവിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഇതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല, ഇതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല, ഇതിനേക്കാൾ വലിയൊരു രക്ഷകനില്ല, ഇതിനേക്കാൾ വലിയൊരു വീണ്ടെടുപ്പുകാരനില്ല. ലോകത്തിന്റെ സ്നേഹത്തിനകത്ത് ഇന്ന് രാത്രി വഴിതെറ്റി സഞ്ചരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി ഞാൻ വിളിക്കുന്നു, വരണം. ഹൃദയം തുറന്നു കൊടുക്കണം. ചങ്കു തുറന്ന് സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ട്. അതാ യേശുവിന്റെ സ്നേഹം എന്നുള്ളത്. അവിടുന്ന് സ്നേഹമെന്നൊന്ന് വെളിപ്പെടുത്തി കാൽവറിയും നമുക്ക് വേണ്ടി മരിക്കുക മാത്രമല്ല, ആ മരണം കൊണ്ട് എല്ലാം തീർന്നാൽ ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാൻ കഴിയത്തില്ല. എന്നാൽ എന്നെ ഇവിടെ നിർത്തിയതിന്റെ പിൻപിലെ കാര്യം അവിടുന്ന് കാൽവറിയിൽ മരിച്ചു എന്നത് മാത്രമല്ല, മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് അവൻ അതിശക്തിയോടെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഹേ മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ വെല്ലുവിളിച്ച് തന്റെ മരണത്താൽ അവനെ തകർത്തെറിഞ്ഞുകൊണ്ട് ജയമെടുത്ത യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ജയ ഇന്ന് രാത്രി അനുഭവിച്ച് ഞങ്ങൾ ദേശത്തിന് വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. ഹല്ലേലൂയ. പത്രോസ് പറയുന്നത് മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. മരണത്തിന് അവനെ തൊടാൻ കഴിഞ്ഞില്ല, പാതാളത്തിന് അവനെ തൊടാൻ കഴിഞ്ഞില്ല. എന്റെ കർത്താവ് ജയാളിയാ. He is a conqueror. അവൻ എന്തിനെ തോൽപ്പിച്ചു? അവൻ മരണത്തെ തോൽപ്പിച്ചു, അവൻ കല്ലറകളെ തോൽപ്പിച്ചു, അവൻ പാതാളത്തെ തോൽപ്പിച്ചു, അവൻ പിശാചിനെ തോൽപ്പിച്ചു, അവൻ പാപശക്തികളെ തോൽപ്പിച്ചു. ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഈ ദിവസങ്ങളിൽ പരാജയപ്പെട്ട് കിടക്കുന്നെങ്കിൽ, പാപശക്തികൾക്കകത്ത് കിടക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ജയമെടുക്കുന്ന ഒരു ശക്തിയുണ്ട്, ജയം തരുന്ന ഒരു ശക്തിയുണ്ട്. അത് കാൽവറിയുടെ ശക്തിയാ, അത് പുനരുദ്ധാനത്തിന്റെ ശക്തിയാ, അത് ജയവീരനായ യേശുവിന്റെ ശക്തിയാ. ഇന്ന് രാത്രി അത് അനുഭവിക്കുന്നവർ ധൈര്യത്തോടെ ആ ജയവീരന് അകമറിഞ്ഞ് നന്ദി പറഞ്ഞിട്ട് പറ, എന്റെ കർത്താവ് ജയിച്ചവൻ. ഓ ജീസസ്, നമ്മുടെ കർത്താവ് ജയിച്ചവൻ, നമ്മുടെ കർത്താവ് ജയിച്ചവൻ.
ഇന്ന് രാത്രി എൻ്റെ സമയം അവസാനിച്ചു. പക്ഷേ എനിക്ക് പ്രധാനപ്പെട്ട ഒരു സന്ദേശം കൂടി ഇന്ന് രാത്രി പറയാനുണ്ട്. ഈ സന്ദേശം ഞങ്ങൾ ആബ്സല്യൂട്ടായിട്ട് പ്രസംഗിക്കുന്നതിൻ്റെ പിൻപിലെ ആത്യന്തികമായ ഘടകം എന്തെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് പ്രത്യാശ തരുന്ന സന്ദേശമാണ്. ഇവിടെ നിന്നുകൂടെ ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഇവിടെ ഒന്നും അവസാനിക്കത്തില്ല, ഇവിടെ ഒന്നും തീരത്തില്ല, മറിച്ച് ഞങ്ങളുടെ പ്രതീക്ഷയുണ്ട്. ഉയർത്തെഴുന്നേറ്റ ഈ കർത്താവ് അവൻ സ്വർഗാരോഹണം ചെയ്ത് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട്. എന്നാൽ എത്രയും താമസമന്യേ തനിക്കായി കാത്തിരിക്കുന്നവർ രക്ഷയ്ക്കായി അവൻ പാപ കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഇതാ ഞങ്ങളുടെ പ്രത്യാശ. അതുകൊണ്ട് ഈ ലോകത്തിൽ കഷ്ടങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ ഇല്ലാഞ്ഞിട്ടല്ല ഞങ്ങൾ ഇത് പ്രസംഗിക്കുന്നത്, സങ്കടങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ രാത്രി യോഗം സംഘടിപ്പിക്കുന്നതിൻ്റെ പിൻപിൽ, ഇവിടെ പ്രസംഗിക്കുന്നതിൻ്റെ പിൻപിൽ ഞങ്ങൾക്കാർക്കും പെയിൻ ഇല്ലാഞ്ഞിട്ടല്ല. ഇതൊക്കെയുണ്ട്. പക്ഷെ എല്ലാ വേദനകളുടെ അപ്പുറത്ത് അകത്ത് ജ്വലിക്കുന്ന ഒരു പ്രത്യാശയുണ്ട്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുക. ഈ കാണുന്ന പ്രത്യാശയല്ല, കാണാത്തതിനാ ഞങ്ങൾ കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയരെ, ഇന്ന് രാത്രി പരാജയത്തിൻ്റെ മുഖത്ത് കിടന്ന് മരണഭീതിക്കകത്ത് ആകുലപ്പെടുന്ന ആരെങ്കിലും ഈ രാത്രി ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ മരണഭീതികൾ മാറട്ടെ, ക്രിസ്തുവിൻ്റെ ജയം ഉള്ളിൽ വ്യാപരിക്കട്ടെ. മരണഭീതി അകത്തുണ്ട്, ഭയത്തിൻ്റെ ആത്മാവ് അകത്ത് ഗ്രസിച്ചു കിടപ്പുണ്ടെങ്കിൽ, തിന്മയുടെ ശക്തികൾ മനസ്സിനെ സ്വാധീനിക്കുന്നെങ്കിൽ, പൈശാചിക മേഖലകളുടെ ബന്ധനങ്ങളുടെ അകത്ത് കിടന്നുഴലുന്നെങ്കിൽ, ഇന്ന് രാത്രി പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ആ യേശുവിൻ്റെ അധികാരത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുമ്പോൾ അത് ധൈര്യത്തോടെ അനുഭവിക്കുന്ന ദൈവമക്കൾ ഈ ദേശത്തിനു വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തിന്മയുടെ തേരോട്ടത്തിൽ അധാർമികതയുടെ കേന്ദ്രത്തിലായിരിക്കുന്ന ചിലതിനെ സ്വർഗത്തിലെ ദൈവം വിടുവിക്കുമെന്ന് ഇന്ന് രാത്രി ബോധ്യമുള്ളവർ അകന്നിറങ്ങി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. അധാർമികതയുടെ കേന്ദ്രങ്ങളെ, അധാർമിക പദ്ധതികളെ പൊളിച്ചെറിയാൻ കഴിയുന്ന യേശുവിന്റെ ശക്തി, തിന്മയുടെ അവസ്ഥകൾ മാറട്ടെ, ഭയത്തിന്റെ ആത്മാവുകൾ മാറട്ടെ, ദൈവിക ജയം ഏറ്റെടുക്കട്ടെ. വാഴ്ചകളെ, അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ ജയോത്സവം കൊണ്ടാടിയ യേശുവിന്റെ ജയം ഇന്ന് രാത്രി നമ്മൾ അനുഭവിക്കുന്നത് ഈ ജയമാണ്. ഈ ജയം നമ്മുടെ ഉള്ളിൽ തന്ന പ്രത്യാശയാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ഇതുകൊണ്ടാണ് ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയണമെന്ന് പറയുന്നത്. അറിഞ്ഞാൽ എന്നാ കിട്ടും? അതാ ഞാൻ അവസാനം പറഞ്ഞു നിർത്തിയത്, നിത്യജീവൻ കിട്ടും. ഇന്നും ഞങ്ങളത് അനുഭവിക്കുന്നു. താമസമിനെ ഞങ്ങൾ വി വിൽ എക്സ്പീരിയൻസ് ദാറ്റ് ഇൻ ഇറ്റ്സ് ഫുൾനെസ്. അതിൻ്റെ പൂർണ്ണതയിൽ ഞങ്ങളത് അനുഭവിക്കും. അന്യനല്ല, സ്വന്തം കണ്ണാൽ ഞങ്ങളത് കാണും. ഈ ദേശത്തെ ഞങ്ങൾ വിളിക്കുക. അടിമത്തത്തിനകത്തുനിന്ന്, ആസക്തിക്കകത്തുനിന്ന്, തിന്മകൾക്കകത്തുനിന്ന്, മതം പറഞ്ഞ വേലിക്കെട്ടിനകത്തുനിന്ന് ഇന്ന് രാത്രി പുറത്തു വരാൻ തയ്യാറാണോ? യേശുവിന് തൊടാൻ കഴിയും. ഈ രാത്രി ഞങ്ങൾ പറയുന്നത് കേവലം നിങ്ങൾ മതം മാറണമെന്നല്ല, മനസ്സു മാറണമെന്ന, ഹൃദയ നവോത്ഥാനം സംഭവിക്കണമെന്ന, ഹൃദയത്തിന് രൂപാന്തരം വരണമെന്ന, ഹൃദയത്തിന് പരിവർത്തനം വരണമെന്ന. ഇന്ന് രാത്രി കണ്ണുകളടയ്ക്കുമോ? ഹൃദയങ്ങൾ സമർപ്പിക്കുമോ? ഗായക സംഘം ഒരു നിമിഷം മുൻപോട്ട് വന്ന ഇന്ന് രാത്രി നമ്മളൊരു പാട്ടിൻ്റെ ഇരകൾ ചേർന്ന് പാടി കർത്താവിന് മഹത്വം കൊടുക്കും. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷ പല്ലു തകർത്ത യേശുവിൻ്റെ ജയത്തെ അനുഭവിച്ച് എൻ്റെ യേശു ജീവിക്കുന്നതാകയാൽ ഞാനും എന്നേക്കും ജീവിക്കുന്നു. ഇന്ന് രാത്രി ആ ധൈര്യത്തോടെ നമ്മൾ ഒരുമിച്ച് പാടി കർത്താവിന് മഹത്വം കൊടുക്കാം. എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുതിട്ട് നിന്നാട്ട് നമ്മൾ ഈ അവസാന നിമിഷം ഒരു നിമിഷം പാടി കർത്താവിന് മഹത്വം കൊടുത്ത് ആ ജയത്തോടെ ഇന്ന് രാത്രി മടങ്ങി പോകാം. അവർ പാടുന്നതിന് മുമ്പ് ഇന്ന് രാത്രി ഒരു നിമിഷം ഞാൻ ദൈവം നിയോഗത്തോടെ ഈ സമൂഹത്തിൽ നിൽക്കുന്ന ആരെങ്കിലും ഇപ്പോഴും ഭയത്തിനകത്തായിരിക്കുന്നു, നിരാശക്കകത്തായിരിക്കുന്നു, അതിജീവിക്കാൻ കഴിയാത്ത ഒത്തിരി പ്രതിസന്ധികൾ ജീവിതത്തിനകത്ത് അനുഭവിക്കുന്നു, പുറത്തു വരാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എൻ്റെ മേൽ വരണം. ഈ രാത്രി ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ ഇറങ്ങണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നവർ ധൈര്യത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഈ ഉയർത്തപ്പെട്ട കരങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം ഇറങ്ങി വന്ന് ഇന്ന് രാത്രി തൊടുമെന്നും ദൈവിക വിടുതലുകൾ സംഭവിക്കുമെന്നും ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ അവർക്ക് വേണ്ടി ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ദേശത്തിന് വേണ്ടി, ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുന്നു. വിട്ടുമാറാതെ ഹൃദയത്തിനകത്ത് നിൽക്കുന്ന ഭയശക്തികളിൽ നിന്ന് യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയം തരുന്ന ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു, ദേശത്തെ അനുഗ്രഹിക്കുന്നു, ഇതിൻ്റെ സംഘാടകരെ അനുഗ്രഹിക്കുന്നു.
പ്രാർത്ഥന കേട്ട കൃപയ്ക്കും നന്ദി. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. മരണത്തിൻ ഘോരതര വിഷപല്ലു തകർന്നതാകയാൽ, കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപല്ലു തകർന്നതാകയാൽ, ഇനി വെല്ലും ഭയമില്ല മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ആമേൻ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഓ എന്നെ യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. എന്നെ യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നെ യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആമേൻ. മണ്ണിലല്ലേ നിത്യവാസം എന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ. ഓ മണ്ണിലല്ലേ നിത്യവാസം എന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ. ഇനി വിണ്ണീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെ ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഓ യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ആമേൻ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ്. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ്. ഓ ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.